ബാക്ക് ടു ഹൈ ലെവൽ ലേണിംഗ്. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, ഒരുപാട് മക്കള് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന മറ്റൊരു സെഷനാണ് ആക്ടിവിറ്റി ബേസ്ഡ് സെഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ലൈഫ് പ്രോസസ്സ് മുതൽ അവർ എൻവിറോൺമെന്റ് വരെയുള്ള ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട നമ്മുടെ പരീക്ഷയിലേക്ക് ചോദിക്കാൻ സാധ്യതയേറെയുള്ള ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് കേട്ടോ. സോ വളരെ കൃത്യമായി ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എന്ത് ചെയ്യണം? സാറിന്റെ കൂടെ തന്നെ കട്ടൊക്കെ നിൽക്കണം. അത് തന്നെയാണ് സാറിന് പറയാനുള്ളത്. സോ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനോ ആരും മടിക്കരുത്. വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് കേട്ടോ. സോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യില്ലേ? യെസ്. സോ നമുക്ക് തുടങ്ങാം, ഒട്ടും സമയം കളയാതെ തന്നെ. കാരണം നമ്മുടെ പരീക്ഷ ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. സോ നമുക്ക് ഒട്ടും സമയം കളയാനില്ല. സോ നമുക്ക് ഉടനെ ആരംഭിക്കുകയാണ്. സോ ഫസ്റ്റ് ലൈഫ് പ്രോസസ്സസ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒന്ന് നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ടേക്ക് എ പോട്ടഡ് പ്ലാന്റ് വിത്ത് വെരിഗേറ്റഡ് ലീഫ്. വെരിഗേറ്റഡ് ലീഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ലീഫിന്റെ പ്രത്യേകത എന്താണ്? പാച്ചസ് ഉണ്ടാവും. ചില ഭാഗങ്ങളിൽ ഗ്രീൻ കളർ ഉണ്ടാവും, ചില ഭാഗങ്ങളിൽ ഗ്രീൻ കളർ ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ള ലീഫിനെയാണ് നമ്മൾ വെരിഗേറ്റഡ് ലീഫ് എന്ന് പറയാറുള്ളത്, അല്ലേ? ശരിയല്ലേടാ? വെരിഗേറ്റഡ് ലീഫ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം അറിഞ്ഞു വെക്കണം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നല്ലത്. വെരിഗേറ്റഡ് ലീഫ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ഗ്രീൻ ആയിട്ടുള്ള ലീഫ് അല്ല. ചില ഭാഗങ്ങളിൽ നമുക്ക് എന്ത് കാണാം? ചില ഭാഗങ്ങളിൽ ഗ്രീൻ കാണാൻ പറ്റും, എന്നാൽ ചില ഭാഗങ്ങളിൽ എന്ത് കാണില്ല? ഗ്രീൻ കാണില്ല. നോൺ ഗ്രീൻ ഏരിയാസും ഉണ്ടാവും. അപ്പൊ ഗ്രീൻ ഏരിയാസും ഉണ്ട്, നോൺ ഗ്രീൻ ഏരിയാസുമുള്ള ലീഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിഗേറ്റഡ് ലീഫ്. നമ്മുടെ ക്രോട്ടൺ ചെടിയൊക്കെ എന്താണ്? വേരിഗേറ്റഡ് ലീഫാണ്. ഇതൊരു വേരിഗേറ്റഡ് ലീഫാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, റെഡിയല്ലേ? അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു പോട്ടഡ് പ്ലാന്റ്, ഒരു ചെടി എടുക്കുക കേട്ടോ. അതിന് വേരിഗേറ്റഡ് ലീവ്സ് ഉള്ള ചെടിയായിരിക്കണം. ഓക്കെ അല്ലേ? ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മണി പ്ലാന്റ് അല്ലെങ്കിൽ ക്രോട്ടൺ നിങ്ങൾ എടുക്കുക. കീപ് ദ പ്ലാന്റ് ഇൻ ഡാർക്ക് റൂം. മക്കളെ, എന്തിനാണ് ഡാർക്ക് റൂമിൽ വെക്കാൻ ആവശ്യപ്പെടുന്നത്? മക്കളെ നിങ്ങൾ നോക്കിക്കേ. ഡാർക്ക് റൂം എന്ന് പറയുമ്പോൾ, ഡാർക്ക് റൂം ആണെന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഡാർക്ക് റൂം ആണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അവിടെ എന്തില്ല? അവിടെ സൺലൈറ്റ് ലഭ്യമാകുന്നില്ല എന്നല്ലേ അർത്ഥം? സൺലൈറ്റ് ലഭ്യമാകുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? സൺലൈറ്റ് ലഭ്യമാകുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്ത് പ്രോസസ്സ് നടക്കില്ല? ചെടികളിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യില്ല? നടക്കത്തില്ല. ശരിയല്ലേ? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കത്തില്ല. അപ്പൊ ചെടികള് അത് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത സ്റ്റാർച്ചിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യും? യൂസ് ചെയ്യും. പുതിയതായി സ്റ്റാർച്ച്, ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ആ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പുതിയതായി സ്റ്റാർച്ച് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ഉള്ള സ്റ്റാർച്ചിന് എന്ത് ചെയ്യും? ഈ ചെടി യൂസ് ചെയ്യൂട. ഉള്ള സ്റ്റാർച്ചിന് ചെടി എന്ത് ചെയ്യും? യൂസ് ചെയ്യും. അപ്പൊ ചെടിയിലെ സ്റ്റാർച്ച് തീർന്നു പോകും. അതിനെയാണ് ഡീസ്റ്റാർച്ചിങ് എന്ന് പറയും. എന്ത് പറയും? ഡീസ്റ്റാർച്ചിങ്. അപ്പൊ സ്റ്റാർച്ച് ഒക്കെ യൂസ് ചെയ്തു, ഡീസ്റ്റാർച്ച്ഡ് സ്റ്റേജിലേക്ക് വന്നു. അപ്പൊ ഡീസ്റ്റാർച്ച്ഡ് സ്റ്റേജ്. അപ്പൊ എന്തിനാണ് നമ്മൾ ചെടിയെ ഇരുട്ടുള്ള മുറിയിൽ വെക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? എന്തിനാണ് നമ്മൾ ഇരുട്ടുള്ള മുറിയിൽ വെക്കുന്നത്? ഡാർക്ക് റൂമിൽ നമ്മൾ ചെടിയെ വെക്കാനുള്ള കാരണം എന്താ? ഡീസ്റ്റാർച്ച് ചെയ്യാനാണ് കേട്ടോ. അപ്പൊ ഡീസ്റ്റാർച്ച് ചെയ്യാൻ അത് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇരുട്ടുള്ള മുറിയിൽ വെക്കുന്നത് എന്തിനാണ്? കണ്ട, സോ ദാറ്റ് ഓൾ ദ സ്റ്റാർച്ച് ഗെറ്റ്സ് യൂസ്ഡ് അപ്പ്. കണ്ട, ചെടികൾ എല്ലാ സ്റ്റാർച്ചും യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ചെടിയെ നമ്മൾ എടുത്ത് വെയിലത്ത് വെക്കുകയാണ് കേട്ടോ. സൺലൈറ്റിൽ വെക്കുകയാണ്. നമ്മൾ അലോ ചെയ്യാണ്, ഫോട്ടോസിന്തസിസ് അണ്ടർഗോ ചെയ്യാൻ അലോ ചെയ്യാണ്. ഒരു 6 മണിക്കൂർ നേരം നമ്മൾ എന്ത് ചെയ്യാണ്? വെയിലത്ത് വെക്കുകയാണ് കേട്ടോ. 6 മണിക്കൂർ നേരത്തേക്ക് വെയിലത്ത് വെച്ചു. ആദ്യം 3 ദിവസം ഡാർക്ക് റൂമിൽ വെച്ചതിന് ശേഷം ഡീസ്റ്റാർച്ച്ഡ് ആയി. അതിനുശേഷം നമ്മൾ ഇതേ ചെടിയെ നമ്മൾ ഫോട്ടോസിന്തസിസ് അണ്ടർഗോ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ് കുട്ടികളെ? 6 മണിക്കൂർ നേരം വെയിലത്ത് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു ഇല പറിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൽ നിന്ന് ഒരു ഇല നമ്മൾ പറിച്ചെടുത്തു കേട്ടോ. സോ അതിൽ നിന്നൊരു ഇല നമ്മൾ പറിച്ചെടുത്തു. എന്നിട്ട് എന്താ ചെയ്തത് നോക്കിക്കേ. എന്നിട്ട് എന്ത് ചെയ്തു? പ്ലക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ദ ഗ്രീൻ ഏരിയാസ് ഇൻ ഇറ്റ് ആൻഡ് ട്രേസ് ദം ഓൺ എ ഷീറ്റ് ഓഫ് പേപ്പർ. അപ്പൊ ഒരു പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ഇല നോക്കി അത് ട്രേസ് ചെയ്തു. ഇലയൊന്ന് ട്രേസ് ചെയ്തിട്ട് ഗ്രീനർ ഏരിയാസ് എവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മളൊരു പേപ്പറിൽ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, എക്സ്പെരിമെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാൻ വേണ്ടി, കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്? ട്രേസ് ചെയ്തു. ആ വെരിഗേറ്റഡ് ലീഫിന്റെ എവിടെയൊക്കെ ഗ്രീനർ ഉണ്ടോ അത് നമ്മൾ ഒരു പേപ്പറിൽ ട്രേസ് ചെയ്ത് വെച്ചു. ഓക്കെ, റെഡി? ഡിപ്പ് ദ ലീഫ് ഇൻ ബോയിലിംഗ് വാട്ടർ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. പിന്നെ എന്ത് ചെയ്തു നമ്മൾ ഒരു ബോയിലിംഗ് വാട്ടർ ബോയിൽ ചെയ്തു കേട്ടോ. സോ നോക്കണേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു?
വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ. സോ ഇവിടെ നമ്മളൊരു ബീക്കർ എടുത്തു. സോ ഈ ബീക്കറിൽ എന്താ ഉള്ളത്? വാട്ടർ ആണ് കേട്ടോ, വാട്ടർ ആണ്. വാട്ടർ ബോയിൽ ചെയ്യാണ്, ഓക്കെ, വാട്ടർ ബോയിൽ ചെയ്യാണ്. ആ ബോയിലിംഗ് വാട്ടറിലേക്ക് നമ്മൾ ആരെ പ്ലേസ് ചെയ്തു? ആ ബോയിലിംഗ് വാട്ടറിലേക്ക് നമ്മൾ നമ്മുടെ വേരിഗേറ്റഡ് ലീഫിനെ ബോയിലിംഗ് വാട്ടറിൽ പ്ലേസ് ചെയ്തു. കാണാലോ, പ്ലേസ് ചെയ്തു. ആ വേരിഗേറ്റഡ് ലീഫ്, നമ്മൾ പ്ലക്ക് ചെയ്ത വേരിഗേറ്റഡ് ലീഫ് ഇപ്പോൾ ബോയിലിംഗ് വാട്ടറിലുണ്ട്. അപ്പോൾ വാട്ടർ ബോയിൽ ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ലീഫിലെ സെൽസ് എല്ലാം റപ്ചർ ആവും, സെല്ലുകളൊക്കെ പൊട്ടിപ്പോവും. സെൽസ് ഗെറ്റ് റപ്ചേർഡ്, മനസ്സിലാവുന്നുണ്ടല്ലോ? സെല്ലുകളൊക്കെ എന്താവും? പൊട്ടിപ്പോവും, റപ്ചറായിപ്പോവും. മനസ്സിലാവുന്നുണ്ടല്ലോ? സെല്ലുകളൊക്കെ റപ്ചറാവും, പൊട്ടും. അപ്പോൾ സെല്ലുകളൊക്കെ പൊട്ടുന്നത് വഴി തന്നെ പിന്നീട് നമ്മൾ അയോഡിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയോഡിൻ നമ്മൾ സ്റ്റാർച്ച് ടെസ്റ്റ് അയോഡിൻ ചെയ്യാല്ല, അയോഡിൻ ഒറ്റിച്ചാ ചെയ്യുക. അപ്പോൾ അയോഡിൻ കൂടുതലായിട്ട് എന്ത് ചെയ്യും? അതിലൂടെ ഇഴകി ചെയ്യും. അപ്പോൾ സെൽസ് റപ്ചർ ആവുന്നത് ഇവിടെ നല്ലത് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിക്കേ. അതിനുശേഷം ആഫ്റ്റർ ദിസ്, അതിനുശേഷം ഇമേഴ്സ് ഇറ്റ് ഇൻ എ ബീക്കർ കണ്ടെയ്നിങ് ആൽക്കഹോൾ, കെയർഫുള്ളി പ്ലേസ് ദ എബോവ് ബീക്കർ ഇൻ എ വാട്ടർ ബാത്ത് ആൻഡ് ഹീറ്റ് ടിൽ ദി ആൽക്കഹോൾ ബിഗിൻസ് ടു ബോയിൽ. പിന്നീട് നമ്മൾ എന്താ ചെയ്തത്? പിന്നെ നമ്മൾ ഈ ഒരു ഇല എടുത്തതിന് ശേഷം ആ ഇല നമ്മൾ ഇങ്ങനെ ചെയ്യും, വാട്ടർ ബാത്ത് ചെയ്യും. അതായത് നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, ആ ടെസ്റ്റ് ട്യൂബിനകത്തേക്ക്, കാണാലോ ഇത് ടെസ്റ്റ് ട്യൂബാണ്, ഓക്കെ, ടെസ്റ്റ് ട്യൂബ് എടുത്തു. ആ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ആൽക്കഹോൾ എടുത്തിട്ടുണ്ട്, ആൽക്കഹോൾ. സി ദിസ് ഈസ് ആൽക്കഹോൾ, ഓക്കെ. ഈ ആൽക്കഹോൾ നമ്മൾ നേരിട്ട് ചൂടാക്കില്ല, ഡേഞ്ചറാണ്. ആൽക്കഹോൾ നമ്മൾ നേരിട്ട് ചൂടാക്കില്ല, നമ്മൾ വാട്ടർ ബാത്തിന് വിധേയമാക്കും. സോ വാട്ടർ ബാത്ത് എന്ന് പറയുമ്പോൾ വേറെ ഒരു ബീക്കറിൽ നമ്മൾ ആദ്യം വെള്ളം തിളപ്പിക്കും. സി, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, വേറെ ഒരു ബീക്കറിൽ നമ്മൾ വെള്ളം തിളപ്പിക്കും. ഇതുപോലെ, ഇത് വെള്ളമാണ്, ദിസ് ഈസ് വാട്ടർ, ദിസ് ഈസ് വാട്ടർ, ഓക്കെ, ഓക്കെ. ഇത് ബോയിലിംഗ് വാട്ടറാണ്, ബോയിലിംഗ് വാട്ടർ, ബോയിലിംഗ് വാട്ടർ. ഈ ബോയിലിംഗ് വാട്ടറിലേക്ക് നമ്മൾ ലീഫ്, ശ്രദ്ധിച്ച് കേൾക്കണേ, ലീഫ് അടങ്ങുന്ന ആൽക്കഹോള്, അതായത് ആൽക്കഹോളിലേക്ക് നമ്മൾ ലീഫ് ഇട്ട് വെക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ലീഫ്, ഓക്കെ. ഈ ബോയിൽ ചെയ്തതിന് ശേഷമുള്ള ലീഫാണത്. ബോയിൽ ചെയ്തതിന് ശേഷമുള്ള ലീഫിന് നമ്മൾ ആൽക്കഹോളിൽ ഇട്ടതിന് ശേഷം നമ്മൾ വാട്ടർ ബാത്തിന് വിധേയമാക്കിയാണ്. ദിസ് ഈസ് ആൽക്കഹോൾ, ഓക്കെ. അപ്പോൾ വാട്ടർ ബോയിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹീറ്റ് എനർജി നേരെ എങ്ങോട്ടേക്ക് പോകും? ഹീറ്റ് എനർജി നേരെ നമ്മുടെ ആൽക്കഹോളിലേക്ക് പോകും. ഹീറ്റ് എനർജി നേരെ ആൽക്കഹോളിലേക്ക് പോകില്ലേ? അപ്പോൾ ആൽക്കഹോൾ ബിഗിൻസ് ടു ബോയിൽ. അപ്പോൾ ആൽക്കഹോൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ബോയിൽ ആവാൻ തുടങ്ങും. ആൽക്കഹോൾ ബോയിൽ ആവുന്നതനുസരിച്ചിട്ട് ലീഫിലെ ക്ലോറോഫിൽ പിഗ്മെന്റ് നേരെ എങ്ങോട്ട് പോകും? ലീഫിലെ ക്ലോറോഫിൽ പിഗ്മെന്റ് നേരെ നമ്മുടെ ആൽക്കഹോളിലേക്ക് പോകും. അപ്പോൾ ആൽക്കഹോളിന്റെ കളറ് ഗ്രീൻ കളറായി മാറും. ലീഫിന് അതിന്റെ കളർ നഷ്ടപ്പെടും, ആൽക്കഹോളിന്റെ കളറ് ഗ്രീനിഷ് കളറാവും. കാരണം ലീഫിലെ ക്ലോറോഫിൽ പിഗ്മെന്റ് നേരെ എങ്ങോട്ടേക്ക് പോവുകയാണ്? ആൽക്കഹോളിലേക്ക് പോവുകയാണ്. സോ ലീഫിന് ഇപ്പോൾ കളറില്ല, ആൽക്കഹോൾ ആണെങ്കിലോ ഗ്രീനിഷ് കളറിലേക്ക് മാറും. മനസ്സിലാകുന്നുണ്ടല്ലോ പറയുന്നത്? അതാണ് ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്, നിങ്ങളോട് ചോദിക്കുന്നത്, വാട്ട് ഹാപ്പൻസ് ടു ദ കളർ ഓഫ് ദ ലീഫ്? കളർ ഓഫ് ദ ലീഫ് ഗെറ്റ്സ് ലോസ്റ്റഡ്, അല്ലെ, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി, അല്ലെ. കളർ ഓഫ് ദ ലീഫ് ഈസ് ലോസ്റ്റ്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദി സൊല്യൂഷൻ? സൊല്യൂഷന്റെ കളർ എന്തായിരിക്കും? ഗ്രീൻ ആയിരിക്കും. കാരണം ആൽക്കഹോൾ സൊല്യൂഷനിലേക്ക് ക്ലോറോഫിൽ പിഗ്മെന്റ് എന്ത് ചെയ്യാണ്? വരികയാണ്. അപ്പോൾ ആ സൊല്യൂഷന്റെ കളർ എന്തായിരിക്കും? ഗ്രീനർ ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം നൗ ഡിപ്പ് ദ ലീഫ് ഇൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് അയഡിൻ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. അങ്ങനെ ഈ ലീഫ് നമ്മൾ എടുത്തതിന് ശേഷം, അപ്പോൾ ഈ ലീഫ് നമ്മൾ ഇവിടെയുള്ള ലീഫിനെ നമ്മൾ എടുക്കുകയാണ്. സോ ആ ലീഫിന് എടുത്തതിന് ശേഷം ആ ലീഫിനെ നമ്മൾ എടുത്തു കേട്ടോ. അതായത് ഇവിടെ നമ്മുടെ വാട്ടർ ബാത്തിന് ശേഷം ആൽക്കഹോളിൽ വെച്ച് ബോയിൽ ചെയ്തു, വാട്ടർ ബാത്ത് നടന്നതിന് ശേഷം നമ്മുടെ ലീഫിലേക്ക് അയഡിൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അയഡിൻ ഒഴിച്ചു നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? ചില ഭാഗങ്ങളിൽ കളറ് എന്താവും? ബ്ലൂ ബ്ലാക്ക് കളറായി മാറും. ബ്ലൂ ബ്ലാക്ക് കളർ. കണ്ടോ? ബ്ലൂ ബ്ലാക്ക് കളറാവും. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ ട്രേസ് ചെയ്ത് വെച്ച പേപ്പർ നോക്കുമ്പോൾ അത് ഗ്രീനർ ഏരിയാസ് ആണ്.
ഗ്രീനർ ഏരിയാസ് ഉള്ള ഭാഗത്ത് കളർ ബ്ലൂ ബ്ലാക്ക് ആയി എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാർച്ച് ഉണ്ട്, അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട് അല്ലേ. ഇപ്പൊ ക്ലോറോഫിൽ കണ്ടെയ്ൻ ചെയ്യുന്ന നേരത്തെ ഗ്രീനർ കളറിൽ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളിലെല്ലാം ബ്ലൂ ബ്ലാക്ക് കളറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് കേട്ടോ. ടേക്ക് ഔട്ട് ദ ലീഫ്, റിൻസ് ദ എക്സസ് ഓഫ് അയഡിൻ. നമ്മൾ അയഡിനിൽ മുക്കിയതിനു ശേഷം എക്സസ് അയഡിൻ നീക്കം ചെയ്യുമ്പോഴാണ് നമുക്ക് കാണാം. ഒബ്സർവ് ദ കളർ ഓഫ് ദ ലീഫ്, കമ്പയർ ദിസ് വിത്ത് ദ ട്രേസിംഗ് ഓഫ് ദ ലീഫ് ഡൺ ഇൻ ദ ബിഗിനിങ്. അപ്പൊ നമ്മൾ നേരത്തെ ട്രേസ് ചെയ്ത പേപ്പറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ ഗ്രീനർ ഏരിയാസ് ഉള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ ട്രേസ് ചെയ്യുന്ന അതിനു വേണ്ടിയാണ് ട്രേസ് ചെയ്യാം. ഓക്കെ, ഗ്രീനർ ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഇപ്പൊ എന്തായി മാറിയിട്ടുണ്ട്, ബ്ലൂ ബ്ലാക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ. അതെന്താ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്, ആ റീജിയനിൽ സ്റ്റാർച്ച് ഉണ്ട്, അവിടെ ഫോട്ടോസിന്തസിസ് അണ്ടർഗോ ചെയ്യുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഈ ഒരു എക്സ്പെരിമെന്റ് ക്ലിയർ അല്ലേ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് അല്ലേ. സോ ഇവിടെ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം, നമ്മൾ ഇവിടെ ആൽക്കഹോളിൽ നമ്മൾ ബോയിൽഡ് ആൽക്കഹോൾ ബോയിൽ ചെയ്യുന്നുണ്ട് അല്ലേ. വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് വാട്ടർ ബോയിൽ ചെയ്ത് ആൽക്കഹോൾ ബോയിൽ ചെയ്തപ്പോൾ ലീഫിന്റെ കളർ എന്തായി, ലീഫ് കളർലെസ് ആയി മാറി അല്ലേ. ലീഫ് കളർലെസ് ആയി മാറി. അതിന്റെ കാരണം എന്താ, ക്ലോറോഫിൽ എന്ത് ചെയ്തു, ഡിസോൾഡ് ഇൻ ദി ആൽക്കഹോൾ. ആ ലീഫിലെ ക്ലോറോഫിൽ ആൽക്കഹോളിൽ പോയി. അപ്പൊ ആൽക്കഹോളിന്റെ സൊല്യൂഷന്റെ കളർ എന്തായി മാറി, ഗ്രീൻ ആയി മാറി. പിന്നെ നമ്മൾ മനസ്സിലാക്കി എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ഗ്രീനർ ഏരിയാസ് ഓഫ് ദ ലീഫ് എന്തായി, ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂ ബ്ലാക്ക് കളറായി മാറി. എന്താ അത് ഇൻഡിക്കേറ്റ് ചെയ്തത്, പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് അവിടെ ഉണ്ട് എന്ന പ്രസൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കളർലെസ് പാർട്ട് ഓഫ് ദ ലീഫ് ഷോസ് നോ ഫോർമേഷൻ ഓഫ് സ്റ്റാർച്ച്. അപ്പൊ കളർലെസ് ആയിട്ടുള്ള ഭാഗങ്ങൾ അവിടെ എന്തില്ല, സ്റ്റാർച്ച് ഇല്ല. ഓക്കെ, റെഡി അല്ലേ? ബ്ലൂ കളർ ഇൻ ഗ്രീൻ ഏരിയ ഇൻഡിക്കേറ്റ് പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. കളർലെസ് കണ്ട ഞാൻ പറഞ്ഞില്ലേ, നോ ഫോർമേഷൻ ഓഫ് സ്റ്റാർച്ച്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഈ എക്സ്പെരിമെന്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 2 ടേക്ക് 2 ഹെൽത്തി പോട്ടഡ് പ്ലാന്റ്സ്. ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള 2 പോട്ടഡ് പ്ലാന്റ്സ് നമ്മൾ എടുക്കുന്നു. വിച്ച് ആർ നിയർലി സെയിം സൈസ്, ഒരേ സൈസ്. നമുക്ക് എക്സ്പെരിമെന്റ് പർപ്പസ് ആയതുകൊണ്ട് രണ്ടും നമ്മൾ ഏകദേശം ഒരേ സൈസുള്ള ചെടികളെ എടുക്കാൻ ശ്രദ്ധിക്കണം. കീപ് ദം ഇൻ ഡാർക്ക് റൂം ഫോർ 3 days. എന്തിനാണെന്ന് നമുക്കറിയാം, ഇനി പറയേണ്ട ആവശ്യമില്ല. അത് ഡീസ്റ്റാർച്ചിങ് പർപ്പസിനാണ്. ഡീസ്റ്റാർച്ചിങ്. അപ്പൊ ഈ ഡാർക്ക് റൂമിൽ പ്ലേസ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റണം. ഡീസ്റ്റാർച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. സ്റ്റാർച്ച് കംപ്ലീറ്റ് ആ പ്ലാന്റ് യൂസ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്തു, അതിനുശേഷം now place each plant on separate glass plate. ഒന്ന് ശ്രദ്ധിക്കുക, each plant on separate glass plates. അതായത് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്ലാസ് പ്ലേറ്റിനകത്തേക്ക് നമ്മൾ വെക്കുകയാണ്. സി, സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ചേംബേഴ്സിനകത്ത് വെക്കുകയാണ്. ഓക്കെ ഓക്കെ, റെഡി. നമുക്ക് ആ 2 പോട്ടഡ് പ്ലാന്റ്സ് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, place a watch glass containing potassium hydroxide by the side of one of the plant. ഇതിൽ ഒരു പ്ലാന്റിൽ, 2 വേണ്ട, ഒരു പ്ലാന്റിൽ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് നമ്മുടെ ഈ കാണുന്നതാണ് വാച്ച് ഗ്ലാസ് എന്ന് പറയുന്നത്. വാച്ച് ഗ്ലാസ്, ആ പാത്രമാണ് വാച്ച് ഗ്ലാസ്. ആ വാച്ച് ഗ്ലാസ്സിൽ എന്താ ഉള്ളത്, ഇവിടെ കാണാം, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, KOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ദ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു അബ്സോർബ് കാർബൺ ഡയോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെ പ്രത്യേകത എന്താ, അവർ കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യും. മനസ്സിലാക്കി വെച്ചല്ലോ. ഓക്കെ, റെഡി. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, കവർ ബോത്ത് പ്ലാന്റ് വിത്ത് സെപ്പറേറ്റ് ബെൽജാർ. നമ്മൾ പറഞ്ഞു ബെൽജാർ അല്ലേ, ബെൽജാർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നുണ്ട്. 2 ഗ്ലാസ് ചേംബർ ബെൽജാർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെൽജാർ ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. യൂസ് വാസലിൻ ടു സീൽ ദി ബോട്ടം ഓഫ് ദ ജാർ ടു ദ ഗ്ലാസ് പ്ലേറ്റ് സോ ദാറ്റ് സെറ്റപ്പ് ഈസ് എയർ ടൈറ്റ്. നമ്മൾ ഈ ഗ്ലാസ് പ്ലേറ്റിന്റെ മുകളിലാണ് ഈ ചെടി വെച്ചിട്ടുള്ളത് അല്ലേ. ചെടി ഒരു ഗ്ലാസ് പ്ലേറ്റിന്റെ മുകളിലാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, താഴെ ആ ബെൽജാറിന്റെ താഴെ നന്നായിട്ട് സീൽ ചെയ്ത് വെക്കണം. നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് വെക്കാം. നന്നായിട്ട് സീൽ ചെയ്യണം. ഓക്കെ, വാസലിൻ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തു, സീൽ ചെയ്ത് വെച്ചു. എന്തിനാ സീൽ ചെയ്ത് വെക്കുന്നേ, എന്തിനായിരിക്കും സീൽ ചെയ്ത് വെക്കുന്നേ ഒന്ന് പറഞ്ഞേ.
ഔട്ട്സൈഡ് എയർ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇതിനകത്തേക്ക് പ്രവേശിക്കരുത്. ആ ഒരു ലക്ഷ്യമുള്ളതുകൊണ്ട് ഔട്ട്സൈഡ് ഗ്യാസസ് ഓർ ഔട്ട്സൈഡ് എയർ ഒരിക്കലും ഉള്ളിലേക്ക് പ്രവേശിക്കരുത്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആ ഒരു സീലിംഗ് നടത്തുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, കീപ് ദ പ്ലാന്റ് ഇൻ സൺലൈറ്റ് ഫോർ അബൌട്ട് 2 hours. 2 മണിക്കൂർ നേരം ഈ 2 സെറ്റപ്പ് നമ്മൾ സൺലൈറ്റിൽ വെക്കുന്നു. പ്ലക്ക് ദ ലീഫ് ഫ്രം ഈച്ച് പ്ലാന്റ്. 2 ചെടിയിൽ നിന്നും അതിനുശേഷം 2 ചെടിയിൽ നിന്നും ഓരോ ഇലകൾ വീതം പറിച്ചുകൊണ്ട് പ്ലക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റാർച്ച് ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവിടെ ബെൽജാർ ബിയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത ലീഫ് സ്റ്റാർച്ച് ടെസ്റ്റിന് ശേഷം എന്ത് കളറായി മാറും, ബ്ലൂ ബ്ലാക്ക് ആയി മാറും, അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ആയി മാറും അല്ലേ? കാരണം എന്താ, അത് ഫോട്ടോസിന്തസിസ് അണ്ടർഗോ ചെയ്തിട്ടുണ്ട്, സ്റ്റാർച്ച് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ബെൽജാർ എയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ചത് കൊണ്ട് ഇദ്ദേഹം കാർബൺ ഡയോക്സൈഡിനെ കംപ്ലീറ്റ് എന്ത് ചെയ്തു, അബ്സോർവ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഇല്ലാത്തത് കൊണ്ട് ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. സോ അതാണ്. സോ അതിലൂടെ എന്ത് മനസ്സിലാക്കാം, കാർബൺ ഡയോക്സൈഡ് ഈസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ് എന്ന് മനസ്സിലാക്കാം. അതാണ് ഇവിടെ പറയുന്നത്, ദ എമൗണ്ട് ഓഫ് CO2 അഫക്ട് ദ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സും അതിന്റെ ഔട്ട്കം എന്താ, സ്റ്റാർച്ച് പ്രൊഡക്ഷൻ അല്ലേ? അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് ബെൽജാർ എയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല. ഫോട്ടോസിന്തസിസ് നടക്കാത്തതുകൊണ്ട് ഗ്ലൂക്കോസ് പ്രൊഡക്ഷനോ അതുമായി ബന്ധപ്പെട്ട് കൺവേർഷനോ സ്റ്റാർച്ചോ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബെൽജാർ എയിൽ നിന്ന് പറിക്കുന്ന ഇലയിൽ നമുക്ക് സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തിയാലും എന്ത് കാണില്ല, ആ ഒരു കളർ ചേഞ്ച് കാണാൻ സാധിക്കില്ല. എന്നാൽ ബെൽജാർ ബിയിൽ എല്ലാ കണ്ടീഷൻസും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫോട്ടോസ് നടക്കുന്നു ബെൽജാർ ബിയിലാണ്. അതുകൊണ്ട് ആ ഇല ബെൽജാർ ബിയിലെ ചെടിയിൽ നിന്നുള്ള ഇല സ്റ്റാർച്ച് ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ അയോഡിൻ ഉറ്റിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ബ്ലൂ ബ്ലാക്ക് കളറായി മാറുന്നതും കാണാൻ സാധിക്കും. അപ്പൊ ഈ എക്സ്പെരിമെന്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. ടേക്ക് 1 ml സ്റ്റാർച്ച് സൊല്യൂഷൻ 1% കോൺസെൻട്രേഷൻ ഇൻ 2 ടെസ്റ്റ് ട്യൂബ് A and B. സോ നമുക്ക് 2 ടെസ്റ്റ് ട്യൂബ് വേണമെന്ന് അതിൽ പറയുന്നുണ്ട് വളരെ കൃത്യമായി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ 2 ടെസ്റ്റ് ട്യൂബ് കൺസ്ട്രക്ട് ചെയ്യുന്നു. 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. സോ ദിസ് ഈസ് ദ ടെസ്റ്റ് ട്യൂബ്. ഇത് ടെസ്റ്റ് ട്യൂബ് ആണ്. 1 പോരാ, 2 വേണമെന്ന് അവർ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. സോ ഐ എം ടേക്കിംഗ് 2 ടെസ്റ്റ് ട്യൂബ്, ഐഡന്റിക്കൽ ടെസ്റ്റ് ട്യൂബ് തന്നെ എടുക്കുന്നു. ഓക്കെ, റെഡി. 2 ടെസ്റ്റ് ട്യൂബ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതിൽ എന്താ ആഡ് ചെയ്യേണ്ടത്? 1 ml സ്റ്റാർച്ച് സൊല്യൂഷൻ. 1 ml സ്റ്റാർച്ച് സൊല്യൂഷൻ ആഡ് ചെയ്യാം. 1 ml സ്റ്റാർച്ച് സൊല്യൂഷൻ അല്ലേ? ഓക്കെ, ആഡ് ചെയ്ത് കൊടുക്കാം. 1 ml സ്റ്റാർച്ച് സൊല്യൂഷൻ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, റെഡി അല്ലേ? ഇതിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിവിടെ നമ്മൾ 1 ml സ്റ്റാർച്ച് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുത്തു. കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും കാണാം അല്ലേ? കൃത്യമായിട്ട് കാണാം. യെല്ലോയിഷ് കളറിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റാർച്ച് സൊല്യൂഷൻ ആണ്. ഇവിടെ നമ്മൾ സ്റ്റാർച്ച് സൊല്യൂഷൻ ആഡ് ചെയ്തു, ഇവിടെ നമ്മൾ സ്റ്റാർച്ച് സൊല്യൂഷൻ ആഡ് ചെയ്തു. എത്രയാണ്? 1 ml സ്റ്റാർച്ച് സൊല്യൂഷൻ. സ്റ്റാർച്ച് സൊല്യൂഷൻ റെഡി. അപ്പൊ അത് ഓക്കെയാണ്. ഞാൻ ഇതിന് ലേബൽ ചെയ്യുന്നു. ദിസ് ഈസ് A, ദിസ് ഈസ് ടെസ്റ്റ് ട്യൂബ് B. ഓക്കെ, ടെസ്റ്റ് ട്യൂബ് എയും ടെസ്റ്റ് ട്യൂബ് ബി എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ആഡ് 1 ml സലൈവ. ശ്രദ്ധിച്ചോ, സലൈവ, ഉമിനീര്, സലൈവ. 1 ml സലൈവ ടു ടെസ്റ്റ് ട്യൂബ് A. ഓക്കെ, ആൻഡ് ലീവ് ബോത്ത് ടെസ്റ്റ് ട്യൂബ് അൺഡിസ്റ്റർബ്ഡ് ഫോർ 20 to 30 minutes. അപ്പോൾ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ 1 ml സലൈവ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ഇവിടെ കാണിക്കുന്നു. ഓക്കെ, ഇതെന്താണ്? 1 ml സലൈവ. 1 ml സലൈവ. അത് എയിൽ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ബിയിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ എയിൽ ഈ 2 സൊല്യൂഷനായി, അതായത് സ്റ്റാർച്ച് സൊല്യൂഷനും സലൈവയും വന്നിട്ടുണ്ട് എയിൽ. ഓക്കെ, അൺഡിസ്റ്റർബ്ഡ് ആക്കി വെക്കുകയാണ്. നമ്മളതിനെ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ വെക്കുകയാണ്. ഒരു 20-30 മിനിറ്റ് നമ്മൾ അതിനെ അൺഡിസ്റ്റർബ്ഡ് ആക്കി വെക്കുകയാണ്. പിന്നെ എന്താ പറയുന്നത്? നൗ ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡൈല്യൂട്ട് അയോഡിൻ സൊല്യൂഷൻ ടു ദ ടെസ്റ്റ് ട്യൂബ്സ്. നമ്മളിനി രണ്ടിലേക്കും നമ്മൾ എന്ത് ചെയ്യാണ്? അയഡിൻ സൊല്യൂഷൻ അല്ലേ?
നമ്മുടെ അയഡിൻ സൊല്യൂഷൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. രണ്ടിലേക്കും ഡ്രോപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ബ്രൗണിഷ് റെഡ് കളറിലുള്ള അയഡിൻ ഒറ്റിച്ചു കൊടുക്കുകയാണ്. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് അയഡിൻ. രണ്ടിലേക്ക് കേട്ടോ, രണ്ടിലേക്ക് ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടിലേക്ക് നമ്മൾ അയഡിൻ ഒറ്റിച്ചു കൊടുത്തു. ഓക്കെ, ഇത് അയഡിനാണ്. എന്ത് മാറ്റമാണ് ഉണ്ടാവുക? രണ്ടിലേക്ക് നമ്മൾ അയഡിൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ബോത്ത് ദി ടെസ്റ്റ് ട്യൂബ് വി ആർ പുട്ടിങ് അയഡിൻ. എന്തു മാറ്റമാണ് അവിടെ ഉണ്ടാവുക? അതാണ് നമ്മൾ ചോദിച്ചത്. ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ഡു യു അബ്സർവ് കളർ ചേഞ്ച്? ഏത് ടെസ്റ്റ് ട്യൂബിലാണ് കളർ ചേഞ്ച് ഒബ്സർവ് ചെയ്യുക? ഡെഫിനറ്റ്ലി ബിയിൽ കളർ ചേഞ്ച് ഒബ്റ്റൈൻ ചെയ്യും. നമുക്ക് ആദ്യം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ബി എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിൽ എന്താ ഉള്ളത്? സ്റ്റാർച്ച് സൊല്യൂഷൻ മാത്രമാണുള്ളത്. സ്റ്റാർച്ച് സൊല്യൂഷൻ മാത്രമാണ്. ആ സ്റ്റാർച്ചിലേക്ക് നമ്മൾ അയോഡിൻ ആഡ് ചെയ്യുന്ന സമയത്ത്, അയോഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, അയോഡിൻ ഒട്ടിക്കുമ്പോൾ ബ്ലൂ ബ്ലാക്ക് കളറിലേക്കായി മാറും അല്ലേ? അപ്പോൾ ബ്ലൂ ബ്ലാക്ക് കളറായി മാറും. സ്റ്റാർച്ച് ഉണ്ടല്ലോ, സ്റ്റാർച്ച് ഉള്ളത് കൊണ്ട് സ്റ്റാർച്ചിലേക്കാണല്ലോ അയോഡിൻ വരുന്നത്. അപ്പം ബ്ലൂ ബ്ലാക്ക് കളറായി മാറും. ഇനി എയുടെ കേസ് നോക്കുകയാണെങ്കിൽ, എ എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഇനിഷ്യലി നമ്മൾ അതിൽ സ്റ്റാർച്ച് ഉണ്ടായിരുന്നു. ആ സ്റ്റാർച്ചിലേക്ക് നമ്മൾ സലൈവയാണ് ആദ്യം ആഡ് ചെയ്തത്. അങ്ങനെ നമ്മൾ 20 മിനിറ്റ് നേരം ഈ സെറ്റപ്പ് അൺഡിസ്റ്റർബ്ഡ് ആക്കി വെച്ചിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്കറിയാം സലൈവയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന എൻസൈമാണ് സലൈവറി അമിലേസ്. എൻസൈം പ്രസന്റ് ഇൻ ദി സലൈവ. ഈ സലൈവറി അമിലേസിന്റെ പ്രത്യേകത എന്താ? capable of converting starch to simple sugar maltose. മാൾട്ടോസ് എന്ന സിമ്പിൾ ഷുഗർ ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. കൺവേർട്ടിങ് സ്റ്റാർച്ച് ടു മാൾട്ടോസ്. സോ രണ്ടാമത്തെ കേസ്, അതായത് എ എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബിന്റെ കേസിൽ സ്റ്റാർച്ച് മാൾട്ടോസ് ആയി മാറ്റം സംഭവിച്ചു. അപ്പോൾ അയഡിൻ ഒറ്റിച്ചു കഴിഞ്ഞാലും നോട്ടീസബിൾ ചേഞ്ച് വരില്ല. കാരണം സ്റ്റാർച്ച് അല്ല. Now it's no more starch, it's converted to maltose because of the influence of salivary amylase, the enzyme present in the saliva. So അതുകൊണ്ട് ടെസ്റ്റ് ട്യൂബ് ബിയിലാണ് കളർ ചേഞ്ച് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ അല്ലേ? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വാട്ട് ഡസ് ദ ഇൻഡിക്കേറ്റ് അബൌട്ട് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ടു ടെസ്റ്റ് ട്യൂബ്? ടെസ്റ്റ് ട്യൂബ് ബിയിൽ സ്റ്റാർച്ച് ഉണ്ട് അല്ലേ? ടെസ്റ്റ് ട്യൂബ് ബി ഒബ്സർവ് കളർ ചേഞ്ച്. ടെസ്റ്റ് ട്യൂബ് A does not contain starch, while test tube B contains starch. അടുത്ത എന്തായിരുന്നു? What does this tell us about the action of saliva on the starch? നമ്മൾ പറഞ്ഞു, on addition of saliva in starch solution, starch get converted into other products such as maltose sugar. So ടെസ്റ്റ് ട്യൂബ് എയിൽ നമുക്ക് ഒരിക്കലും ഈ കളർ ചേഞ്ച് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 4. Take some freshly prepared lime water in a test tube. ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈം വാട്ടർ എടുക്കാൻ പറഞ്ഞിരിക്കുന്നു ടെസ്റ്റ് ട്യൂബിൽ. ഓക്കെ, അടുത്തത് ബ്ലോ എയർ ത്രൂ ലൈം വാട്ടർ. നോട്ട് ഹൗ ലോങ് ഇറ്റ് ടേക്ക് ഫോർ ലൈം വാട്ടർ ടു ടേൺ മിൽക്കി. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ടെസ്റ്റ് ട്യൂബ്. ഈ ടെസ്റ്റ് ട്യൂബിൽ ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈം വാട്ടർ നമ്മൾ എടുക്കുകയാണ്. റെഡി അല്ലേ? ലൈം വാട്ടർ എടുക്കുകയാണ്. ഫ്രഷ്ലി പ്രിപ്പയർഡ്, ദിസ് ഈസ് ലൈം വാട്ടർ. റെഡി? ലൈം വാട്ടർ. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ബ്ലോ എയർ ത്രൂ ദി ലൈം വാട്ടർ. അപ്പൊ നമ്മളൊരു ട്യൂബ് ഇടണം അല്ലെ? ഒരു ട്യൂബ് ഇടണം.
ഓക്കെ, നമ്മളൊരു ട്യൂബ് എടുത്തു. ആ ട്യൂബ് നമ്മൾ ട്യൂബ് എടുത്തു. ആ ട്യൂബ് നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്തിട്ട് ഇതിലെ കൂടി ബ്ലോ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ബ്ലോ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊതണം. അപ്പോൾ എക്സലേഷൻ, എക്സൈൽഡ് എയർ പാസ് ചെയ്യണം. അതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, രണ്ടാമത്തെ കേസിൽ അപ്പൊ നമ്മൾക്കറിയാം, അങ്ങനെ നമ്മൾ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ ലൈം വാട്ടർ എന്താവും? ലൈം വാട്ടർ ടേൺസ് മിൽക്കി. ലൈം വാട്ടർ മിൽക്കി ആവും. അത് നമുക്കറിയാമല്ലോ. ഓക്കെ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? യൂസ് എ സിറിഞ്ച് ഓർ പിച്ച്കാരി. പിച്ചക്കാരിയും പിച്ച്കാരി എന്ന് പറയാം. യൂസ് എ സിറിഞ്ച് ഓർ പിച്ച്കാരി ടു പാസ് എയർ ത്രൂ ദി സം ഫ്രഷ് ലൈം വാട്ടർ ടേക്കൺ ഇൻ അനദർ ടെസ്റ്റ് ട്യൂബ്. നമ്മൾ വേറൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ഓക്കെ, വേറൊരു ടെസ്റ്റ് ട്യൂബ്. വേറൊരു ടെസ്റ്റ് ട്യൂബാണ്, അനദർ ടെസ്റ്റ് ട്യൂബ്. ഈ ടെസ്റ്റ് ട്യൂബിലും നമ്മൾ ലൈം വാട്ടർ ഉണ്ട്. സി ക്യാൻ സീ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ലൈം വാട്ടർ ഹിയർ ഓൾസോ. ലൈം വാട്ടർ തന്നെയാണ് കേട്ടോ. ലൈം വാട്ടർ. ഇതിലേക്ക് നമ്മൾ പിച്ച്കാരി ഉപയോഗിച്ചുകൊണ്ടാണ്. പിച്ച്കാരി എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ സെറ്റപ്പ് ആണ്. ഒരു പിസ്റ്റണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റെസിപ്രോക്കേറ്റിംഗ് മോഷൻ അണ്ടർഗോ ചെയ്യും. അപ്പോൾ ഈ നോബ് നമ്മൾ മുകളിലേക്കും താഴേക്കും ആക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പുറത്തു നിന്നുള്ള എയർ ഉള്ളിലേക്ക് വരും. അതാണ് പിച്ച്കാരിയുടെ പ്രത്യേകത. അറ്റ്മോസ്ഫിയറിക് എയർ ഉള്ളിൽ പുറത്തേക്ക് വരും. പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരും. നമുക്ക് ലേബൽ ചെയ്യാം. അത് പിച്ച്കാരി നമുക്ക് അതിനകത്തേക്ക് ഇടാം. പിച്ച്കാരിനെ നമുക്ക് ആ ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് ഇടണ്ടേ? പിച്ച്കാരിനടുത്ത് ഇതിനകത്തേക്ക് ഇട്ടു കേട്ടോ. പിച്ച്കാരി അതിനകത്ത് ഇട്ടു. അപ്പൊ റെസിപ്രോക്കേറ്റ് മുകളിലേക്കും താഴേക്കും ആഡ് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് എയർ, പുറത്തുനിന്നുള്ള എയർ നേരെ ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പൊ പുറത്തുനിന്നുള്ള എയർ എന്ന് പറയുമ്പോൾ എന്താണ്? അറ്റ്മോസ്ഫറിക് എയർ നേരെ ഉള്ളിലേക്ക് കൂടി വന്ന് ഇതിലേക്ക് കൂടി വരുന്നത് അറ്റ്മോസ്ഫറിക് എയർ ആയിരിക്കും കേട്ടോ. അറ്റ്മോസ്ഫറിക് എയർ ആണ് ലൈം വാട്ടറിലേക്ക് വരുന്നത്. ഓക്കെ, റെഡി അല്ലേ? റെഡി. അപ്പൊ നമുക്ക് തൽക്കാലം ഇത് എ എന്നും ഇത് ബി എന്നും പറയാം. എ എന്നും ബി എന്നും പറയുന്നു. ഓക്കെ, റെഡി. പിന്നെന്താ പറയുന്നത്? നോട്ട് ഹൗ ലോങ് ഇറ്റ് ടേക്സ് ഫോർ ദിസ് ലൈം വാട്ടർ ടു ടേൺ മിൽക്കി. അപ്പൊ ഇവിടെയും എന്ത് സംഭവിക്കും? ഇവിടെയും ലൈം വാട്ടർ എന്താവും? മിൽക്കി ആയിട്ട് മാറും. ലൈം വാട്ടർ എന്തായിട്ട് മാറും? മിൽക്കി ആയിട്ട് മാറും അല്ലേ? അപ്പൊ എത്ര സമയം എടുക്കുന്നു എന്ന് നോട്ടീസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വാട്ട് ഡസ് ദിസ് ടെൽസ് us about the amount of carbon dioxide in air that we breathe out? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലൈം വാട്ടറിലേക്ക് കാർബൺ ഡയോക്സൈഡ് വരുമ്പോഴാണ് അതെന്താകുന്നത്? മിൽക്കി ആകുന്നത്. അതിന്റെ കെമിക്കൽ കൺവേർഷൻ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, അത് ആവശ്യമില്ല. ലൈം വാട്ടർ മിൽക്കി ആവുമെന്ന് ആലോചിക്കാം. ലൈം വാട്ടറിലേക്ക് കാർബൺ ഡയോക്സൈഡ് വരുമ്പോൾ ലൈം വാട്ടർ മിൽക്കി ആവും. അപ്പൊ നമ്മൾ ബ്ലോ ചെയ്യുന്ന എയറിൽ നമ്മൾ ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് കേസ്, അതായത് ബി എന്ന് പറയുന്ന ഈ കേസ്, ലൈം വാട്ടറിൽ നമ്മൾ ബ്ലോ ചെയ്യുകയാണ്. എക്സൈൽഡ് എയർ ബ്ലോ ചെയ്യുമ്പോൾ ലൈം വാട്ടർ വളരെ പെട്ടെന്ന് മിൽക്കി ആവും. എന്നാൽ പിച്ച്കാരി ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അറ്റ്മോസ്ഫറിക് എയർ ആണ് ഉള്ളിലേക്ക് വന്ന് ലൈം വാട്ടർ മിൽക്കി ആകുന്നത്. അത് സ്ലോ ആണ്.
അപ്പൊ ഇതെന്താ സൂചിപ്പിക്കുന്നത്? എക്സൈൽഡ് എയർ കണ്ടെയ്ൻസ് മോർ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, മോർ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ദാൻ അറ്റ്മോസ്ഫറിക് എയർ. അതായത് എക്സൈൽ ചെയ്യുന്ന എയറിൽ ഏകദേശം 4% എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പൊ 4% കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എക്സൈൽഡ് എയറിലുള്ളത്. ഓക്കെ, ഇനി അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് വരുമ്പോൾ 0.04% കാർബൺ ഡൈ ഓക്സൈഡ് ആണുള്ളത്. CO2 കോൺസെൻട്രേഷൻ ആണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? 0.04% ഉള്ളൂ, കുറവാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് എയറിനേക്കാളും 100 ടൈംസ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സൈൽ ചെയ്യുന്ന എയറിലുണ്ട്. സോ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ എക്സൈൽഡ് എയറിലായതുകൊണ്ട് ലൈം വാട്ടർ വിൽ ടേൺസ് മിൽക്കി സോ ഫാസ്റ്റ്ലി ഇൻ ദിസ് കേസ്. ബി കേസിൽ. എ കേസിൽ മിൽക്കി ആവും, കാരണം ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ബട്ട് ഇറ്റ് ഇസ് വെരി ലോ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ബ്ലോയിങ് ഇമ്മീഡിയറ്റ്ലി, നമ്മൾ ബ്ലോ ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ടേൺസ് ലൈം വാട്ടർ മിൽക്കി. ഇനി അടുത്തെന്താ പറയുന്നത്? യൂസിങ് സിറിഞ്ച് ടു ഓർ പിച്കാരി takes much time to turn the lime water milky. It shows that breathed out air contains more CO2 as compared to atmospheric air. നമ്മൾ പറഞ്ഞതിന്റെ കണക്കും നമ്മൾ പറഞ്ഞു. ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതിൽ 4% കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ അറ്റ്മോസ്ഫിയറിക് എയറിൽ വളരെ കുറവ് 0.04% ഉള്ളൂ. സോ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, അടുത്തൊരു ആക്ടിവിറ്റി കിടക്കാം. ടേക്ക് സം ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ. ടേക്ക് സം ഫ്രഷ് ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ സൊല്യൂഷൻ എടുക്കാം. ആഡ് സം ഈസ്റ്റ് ടു ദിസ്. അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിക്കൂടെ? അപ്പൊ ആദ്യം നമ്മളൊരു ബീക്കർ എടുത്തു, ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് എടുക്കാം. ഓക്കെ, നമ്മളൊരു ബീക്കർ എടുത്തു. തൽക്കാലം നമുക്ക് ഷുഗർ സൊല്യൂഷൻ എടുക്കുന്നു പറയാം. ഷുഗർ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. ഫ്രൂട്ട് ജ്യൂസ് ആയാലും അതിൽ ഫ്രക്ടോസ് പോലുള്ള ഷുഗർ ഉണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഫ്രൂട്ട് ജ്യൂസ് ആണ്, കാണാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, ഇതെന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്? എന്താണ്? ഫ്രൂട്ട് ജ്യൂസ്. ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ. തൽക്കാലം ഷുഗർ സൊല്യൂഷൻ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ഷുഗർ സൊല്യൂഷൻ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഷുഗർ സൊല്യൂഷനിലേക്ക് എന്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞേ? സം ഈസ്റ്റ് ഈസ് ആഡഡ്. ഈസ്റ്റിനെ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത് പറഞ്ഞേ? ഈസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. കഴിഞ്ഞോ? ടേക്ക് ദിസ് മിക്സ്ചർ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ഫിറ്റഡ് വിത്ത് 1 ഹോൾഡ് കോർക്ക്. അപ്പൊ ഈ ഒരു സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു സൊല്യൂഷനെ നമ്മൾ സെയിം സൊല്യൂഷൻ തന്നെയാണ്, ഈസ്റ്റ് ആഡ് ചെയ്തതിനു ശേഷം ഈ ഒരു സൊല്യൂഷനെ നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സൊല്യൂഷനെ നമ്മൾ ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റാണ്. സൊല്യൂഷൻ കുറച്ചുകൂടി ഈസ്റ്റ് ഒക്കെ ആഡ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? ഒരു ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് മാറ്റുകയാണ് ഈ സൊല്യൂഷനെ. ഓക്കെ, റെഡി? അപ്പൊ അതിന്റെ പ്രത്യേകത, ഇറ്റ്സ് ഫിറ്റഡ് വിത്ത് 1 ഹോൾഡ് കോർക്ക് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു സൈഡ് മാത്രം ഹോൾ ഉള്ള ഒരു കോർക്ക് അടച്ചിട്ടുണ്ട്. ഒരു സ്റ്റോപ്പർ ഉണ്ട് ഇവിടെ. ഓക്കെ കേട്ടോ, ഒരു സ്റ്റോപ്പർ ഉണ്ട്. ഒരു സൈഡ് മാത്രമേ അതിന് ഹോൾ ഉള്ളൂ. ഒരു സൈഡ് ഹോളുള്ള ഒരു സ്റ്റോപ്പർ കൊണ്ട് ഇത് അടച്ചു വെച്ചിരിക്കുക. ടെസ്റ്റ് ട്യൂബ് അടച്ചു വെച്ചിരിക്കുക. പുറത്തുനിന്ന് ഒരു സാധനം വരരുത് എന്നുള്ള രീതിയിൽ നന്നായിട്ട് അടച്ചു വെച്ചിരിക്കുക. പക്ഷെ ഒരു സൈഡ് ഹോൾ ഉണ്ട്. ഓക്കെ, ഹോൾ ഉണ്ട് കേട്ടോ. ഒരു സൈഡ് 1 ഹോൾഡ് കോർക്കാണ്, ഒരു സൈഡ് ഹോൾ ഉണ്ട്. ഓക്കെ, റെഡി? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഫിറ്റ് ദി കോർക്ക് വിത്ത് എ ബെൻഡ് ഗ്ലാസ് ട്യൂബ്. ഒരു ബെൻഡ് ഗ്ലാസ് ട്യൂബ് വെച്ച് അതിന് ഫിറ്റ് ചെയ്യണം. ഓക്കെ, ബെൻഡ് ചെയ്യുന്ന ഒരു ഗ്ലാസ് ട്യൂബ് ഇതുപോലെ ബെൻഡ് ചെയ്യണം.
ഒരു ബെൻഡ് ഗ്ലാസ് ട്യൂബ് പ്ലേസ് ചെയ്തു കേട്ടോ. ബെൻഡ് ഗ്ലാസ് ട്യൂബ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബെൻഡ് ട്യൂബാണ്, അത് ബെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഡിപ്പ് ദ ഫ്രീ എൻഡ് ഓഫ് ദി ഗ്ലാസ് ട്യൂബ് ടു എ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈം വാട്ടർ. അപ്പൊ നമ്മൾ ഇതെന്ത് ചെയ്തു, ഇത് നേരെ നമ്മൾ കൊടുക്കുന്നത് മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്കാണ്. ഓക്കെ, മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്കാണ് നമ്മളിത് പ്ലേസ് ചെയ്യുന്നത്. മറ്റൊരു ടെസ്റ്റ് ട്യൂബിലേക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അതിലെന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൽ ലൈം വാട്ടർ ഉണ്ട്. ആ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ലൈം വാട്ടർ ഉണ്ട്. ഇതാണ് എക്സ്പെരിമെന്റ് സെറ്റപ്പ്. ഫ്രഷ്ലി പ്രിപ്പയർഡ് ലൈം വാട്ടർ ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്ന സെറ്റപ്പ്? ഇത്രയും സെറ്റപ്പ് ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഷുഗർ സൊല്യൂഷനിൽ ഈസ്റ്റ് ആഡ് ചെയ്തു. ആ സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്തു. ടെസ്റ്റ് ട്യൂബിൽ 1 ഹോൾഡ് കോർക്ക് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മളൊരു ബെൻഡ് ട്യൂബ് എടുത്ത് മറ്റൊരു ടെസ്റ്റ് ട്യൂബ് ലൈം വാട്ടർ ഉണ്ട്, അതിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യാണ്. ഇതാണ് എക്സ്പെരിമെന്റ് സെറ്റപ്പ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ് ഇൻ ലൈം വാട്ടർ, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദിസ് ചേഞ്ച് ടു ഒക്കർ? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചേഞ്ച് ഉണ്ടാവും? ഇവിടെ നമ്മൾ ഈസ്റ്റ് ആണ് ഷുഗർ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തത്. അപ്പൊ അവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുക? ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. കറക്റ്റ്, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കും അവിടെ. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ കറക്റ്റ് അല്ലേ? ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കും. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ ഷുഗർ ഈസ് കൺവേർട്ടഡ് ടു, അല്ലെ, ഷുഗർ ഈസ് കൺവേർട്ടഡ് ടു ആൽക്കഹോള് പ്ലസ് CO2 കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, അല്ലേ? ശരിയല്ലേ? കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഈസ്റ്റ്. യൂണിസെല്ലുലാർ ഫഞ്ചൈ ആയ ഈസ്റ്റ് അവിടെ കൺവേർട്ട് ചെയ്യണം, അല്ലെ? ഷുഗർ ഈസ് കൺവേർട്ടഡ് ടു ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിലൂടെ ഇങ്ങനെ പോവും, അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇതിലൂടെ ഇങ്ങനെ പോയി ലൈം വാട്ടറിലേക്ക് വരും. സോ ലൈം വാട്ടർ വിൽ ടേൺസ് മിൽക്കി. കണ്ടോ, ലൈം വാട്ടർ എന്താവും? മിൽക്കി ആവും. ലൈം വാട്ടർ മിൽക്കി ആവാൻ കാരണം ആൽക്കഹോളിക് ഫെർമെന്റേഷനിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോ നോക്കിക്കേ, എയർ ടേക്കൺ ഔട്ട് ഓഫ് ദ ട്യൂബ് മേക്സ് ദി ലൈം വാട്ടർ മിൽക്കി. സോ അവിടെ CO2 ആണ് മെയിൻ ഈ കാരണം കേട്ടോ. ഈ ലൈം വാട്ടർ മിൽക്കി ആവാൻ കാരണം CO2. ഇത് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ആയതുകൊണ്ട് ആൽക്കഹോളും CO2 പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അടുത്ത ആക്ടിവിറ്റി, ഒബ്സർവ് ഫിഷ് ഇൻ ആൻ അക്വേറിയം. ദേ ഓപ്പൺ ആൻഡ് ക്ലോസ് ദെയർ മൗത്ത്. ഒരു അക്വേറിയം നോക്കിക്കഴിഞ്ഞാൽ ഫിഷസ് ഇങ്ങനെ മൗത്ത് ഓപ്പൺ ചെയ്യുന്നു ക്ലോസ് ചെയ്യുന്നു കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ദ ഗിൽ സ്ലിറ്റ്, ഗില്ലിന്റെ അടക്കുന്ന ഒരു കവർ ഉണ്ട്, ഓപ്പാർക്കുൽ എന്ന് പറയും. ഇത് നമുക്കിന് തുറക്കുകയും അടക്കുകയും ചെയ്യുന്നവർ കാണാം. ആർ ദ ടൈമിംഗ് ഓഫ് ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ മൗത്ത് ആൻഡ് ഗിൽ സ്ലിറ്റ് കോർഡിനേറ്റഡ്? ഡെഫിനറ്റ്ലി കോർഡിനേറ്റഡ് ആണ്. ഈ ഫിഷസ് നമുക്കറിയാം, ഫിഷസ് വിൽ ടേക്ക് ഓക്സിജൻ വിച്ച് ഈസ് ഡിസോൾഡ് ഇൻ ദി വാട്ടർ. ഫിഷസ് മൗത്തിലൂടെ വെള്ളം എടുക്കുന്നു, ഗിൽസിൽ അത് ഗ്യാസ് എക്സ്ചേഞ്ച് നടന്നിട്ട് ബാക്കി വാട്ടർ ഗിൽസിലൂടെ പോവാണ്. മൗത്തിലൂടെ എടുക്കുന്നു, ഗിൽസിലൂടെ പോകുന്നു. സോ കോർഡിനേറ്റഡ് മാനറിൽ തന്നെ മൗത്ത് ഓപ്പൺ ചെയ്യണം, ഗിൽസിലിട്ട് തുറക്കുകയും വേണം. സോ ഇവിടെ എക്സ്പെരിമെന്റ് എന്താ, ആക്ടിവിറ്റി എന്താ? കൗണ്ട് ദി നമ്പർ ഓഫ് ടൈം ഫിഷസ് ഓപ്പൺ ആൻഡ് ക്ലോസസ് ഇറ്റ്സ് മൗത്ത് ഇൻ എ മിനിറ്റ്. ഒരു മിനിറ്റിൽ ഫിഷസ് വായ തുറക്കുന്നതും അടക്കുന്നതുമായ എണ്ണം നിങ്ങൾ നോട്ട് ചെയ്യാം. കമ്പയർ ദിസ് വിത്ത് ദി നമ്പർ ഓഫ് ടൈം യു ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട്. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നതും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ടൈം നോട്ട് ചെയ്യാം. എന്ത് മനസ്സിലാക്കാം? ബ്രീത്തിങ് റേറ്റ് ഓഫ് അക്വാട്ടിക് ആനിമൽ വിൽ ബി ഗ്രേറ്റർ. ഇപ്പോഴും ഫിഷസിന്റെ ബ്രീത്തിങ് റേറ്റ് കൂടുതലായിരിക്കും, കാരണം ഡിസോൾഡ് ഓക്സിജൻ കുറവാണ്. അറ്റ്മോസ്ഫറിക് ഓക്സിജൻ നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിസോൾഡ് ഓക്സിജൻ പ്രസന്റ് ഇൻ വാട്ടർ കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് അവരുടെ ബോഡി റിക്വയർമെന്റ് മീറ്റ് ചെയ്യണമെങ്കിൽ അവർ കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും? പറഞ്ഞ ബ്രീത്തിങ് കൂട്ടേണ്ടി വരും. അതാണ് ഇവിടെ നോക്കേണ്ടത്. ടെറസ്ട്രിയൽ ആനിമലിനേക്കാളും അക്വാട്ടിക് ആനിമൽസിന്റെ ബ്രീത്തിങ് റേറ്റ് കൂടുതലായിരിക്കും. സോ ഈ ഒരു ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 7, വിസിറ്റ് എ ഹെൽത്ത് സെന്റർ. ഒരു ഹെൽത്ത് സെന്റർ വിസിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ നോർമൽ റേഞ്ച് ഓഫ് ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഇൻ ഹ്യൂമൻ ബീങ്.
ഹ്യൂമൻ ബീന്റെ നോർമൽ റേഞ്ച് ഓഫ് ഹീമോഗ്ലോബിൻ നോക്കാനാണ് പറയുന്നത്. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ വ്യത്യസ്തമാണ്. ഈസ് ഇറ്റ് സെയിം ഫോർ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്? അല്ല. അപ്പൊ റേഞ്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഹീമോഗ്ലോബിന്റെ നോർമൽ റേഞ്ച് മെന്നിലാണെങ്കിൽ 14 to 17 gram per 100 ml. 100 ml ഓഫ് ബ്ലഡിൽ 14 to 17 gram. വുമൻസിലാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും, 12 to 15 gram per 100 ml. ചിൽഡ്രനിലാണെങ്കിൽ 11 to 16 gram per 100 ml. സോ നമുക്ക് മനസ്സിലാക്കി. അടുത്ത ചോദ്യം എന്തായിരുന്നു? ഈസ് ദ സെയിം ഫോർ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്? അല്ല, നോ. അഡൾട്ട് റേഞ്ച്, ഒരു ആവറേജ് റേഞ്ച് പറയുന്നത് അഡൾട്ടിന്റെ റേഞ്ച് 12 to 17 gram per 100 ml ആണ്. ചിൽഡ്രന് 11 to 16 gram per 100 ml ആണ്. ഓക്കെ. പിന്നെ അടുത്തെന്താ ചോദിക്കുന്നത്? ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ ഹീമോഗ്ലോബിൻ ലെവൽ ഓഫ് മെൻ ആൻഡ് വുമൺ? യെസ്, മെൻ വുമൺ ഡിഫറൻസ് ഉണ്ട്. മെന്നിൽ 14 to 17 gram per 100 ml ആകുമ്പോൾ വുമണിൽ 12 to 15 gram per 100 ml ഡിഫറൻസ് ഉണ്ട്. വിസിറ്റ് എ വെറ്റിനറി ക്ലിനിക്, നമുക്കൊരു മൃഗാശുപത്രിയിലേക്ക് പോകാം. ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ നോർമൽ റേഞ്ച് ഓഫ് ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഇൻ ആനിമൽ ലൈക്ക് ബഫലോ ഓർ കൗ. ബഫലോ, കൗ, പശുക്കളിലും അതുപോലെ തന്നെ പോത്ത്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഹീമോഗ്ലോബിന്റെ അളവ് മനുഷ്യരെക്കാൾ കുറവാണെന്ന് കാണാം. നോർമൽ റേഞ്ച് ഓഫ് ഹീമോഗ്ലോബിൻ ആനിമൽ ലൈക്ക് ബഫലോ, കൗ എത്രയാണ്? 10.4 to 16.4 gram per 100 ml. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഇൻ കാഫ് അത് ആനിമലിന്റെ കേസാണ്. ഇതുകൊണ്ട് മനസ്സിലാക്കുന്ന കാര്യം, മനുഷ്യന്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പാരറ്റീവ്ലി കൂടുതലായിരിക്കും അല്ലെ. മനുഷ്യന്റെ കേസിൽ കമ്പാരറ്റീവ്ലി ഹീമോഗ്ലോബിന്റെ അളവ് ആനിമൽസിനേക്കാൾ കൂടുതലാണ്. അടുത്ത ചോദ്യം, എന്തുകൊണ്ട് അതായത് കണ്ടന്റ് ഡിഫറൻസ് ഇൻ നമ്മൾ പറഞ്ഞു ഡിഫറൻസ്, കമ്പയർ ദ ഡിഫറൻസ് സീൻ ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഹ്യൂമൻ ബീൻ ആൻഡ് ആനിമൽസ്. ആനിമൽസിൽ നമുക്കറിയാം, ആനിമൽസിലേക്കാളും കൂടുതൽ നമ്മുടെ ഹ്യൂമൻ ബീൻസിനാണ് ഹീമോഗ്ലോബിന്റെ അളവുള്ളത്. എന്തിനാണ് ഈ ഡിഫറൻസ്? എന്തിനാണ് മനുഷ്യർക്ക് ഇത്രയും കൂടുതൽ? കാരണം ഹീമോഗ്ലോബിൻ ആണ് ഗ്രേറ്റർ അഫിനിറ്റി ടുവേർഡ്സ് ഓക്സിജൻ ഉള്ളത്. ഓക്സിജനെ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന ഹീമോഗ്ലോബിനാണ്. അപ്പൊ നമുക്ക് ബോഡി നീഡ്സ് നടത്തണമെങ്കിൽ കൂടുതൽ ഓക്സിജന്റെ ആവശ്യമുണ്ട്. അപ്പോൾ കൂടുതൽ ഓക്സിജൻ കിട്ടിയ കൂടുതൽ എനർജി, നമുക്ക് അത്രത്തോളം ബോഡി നീഡ്സ് നടത്താനുള്ളത് കൊണ്ട്, കൂടുതൽ ഓക്സിജൻ ആവശ്യമുള്ളതുകൊണ്ട് ഹീമോഗ്ലോബിന്റെ അളവ് കൂടുന്നു. അതാണ് എന്റെ ആൻസർ. ഹ്യൂമൻ ബോഡി നീഡ്സ് മോർ ഓക്സിജൻ ടു ഡു വേരിയസ് ബയോളജിക്കൽ വർക്ക്. അതുകൊണ്ട് ഹീമോഗ്ലോബിന്റെ അളവ് തീർച്ചയായിട്ടും കൂടണം. സോ ഇതാണ് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതൊരു ആക്ടിവിറ്റിയാണ്. ഇതുമായി ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാൻ സാധിക്കണം. അടുത്ത ആക്ടിവിറ്റി, ടേക്ക് 2 സ്മോൾ പോട്ട്സ് ഓഫ് അപ്രോക്സിമേറ്റ്ലി സെയിം സൈസ്. എടുക്കാം. 2 പോട്ട് എടുത്തു വെക്കാം. 2 പോട്ട്. ഓക്കെ, 2 പോട്ട് നമുക്ക് എടുക്കാം. ഇതൊരു പോട്ട്, ഇത് മറ്റൊരു പോട്ട്. കാണാം, 2 പോട്ട് വെച്ചു. ഞാൻ ഇതിനെ പോട്ട് എ എന്നും ഇതിനെ പോട്ട് ബി എന്നും വിളിക്കാം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 പോട്ട് എടുത്തു. ശരി, 2 പോട്ട് എടുത്തു. 2 pots of approximately same size having same amount of soil also. സെയിം amount of soil വേണമെന്ന് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് സെയിം amount of soil കൂടി അതിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ രണ്ടിലും സെയിം amount of soil ഉണ്ട്. സോയിലാണ്. മുകളിൽ വരെ നമ്മൾ സോയിൽ എടുത്തു. സെയിം amount of soil നമ്മൾ രണ്ടിലും നിറക്കുകയാണ്. ഓക്കെ, നിറച്ചു. സെയിം amount of soil രണ്ടിലും ഉണ്ട്. ഓക്കെ, അത് മെയിൻറ്റെയിൻ ചെയ്തു. വൺ ഷുഡ് ഹാവ് പ്ലാന്റ് ഇൻ ഇറ്റ്. ഒന്നിൽ പ്ലാന്റ് ഉണ്ടാവണം. അത് വരക്കാം. ഇതിൽ ഒന്നിൽ പ്ലാന്റ് വേണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. സോ ഒന്നിന് നമുക്ക് പ്ലാന്റ് കൊടുക്കാം. ഒന്നിൽ നമുക്ക് പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഒന്നിൽ പ്ലാന്റ് ഉണ്ട്. പ്ലാന്റ് ഉണ്ട്. ഞാൻ എഴുതുന്നില്ല, പ്ലാന്റ് ആണെന്ന് മനസ്സിലാക്കാം. പ്ലേസ് എ സ്റ്റിക്ക് ഓൺ ഓഫ് ദ സെയിം ഹൈറ്റ് ആസ് ദ പ്ലാന്റ് ഇൻ അതർ പോട്ട്. മറ്റൊരു പോട്ടിൽ നമ്മുടെ പ്ലാന്റിന്റെ അതേ ഹൈറ്റ് ഉള്ള സ്റ്റിക്ക്, വടിക്കഷ്ണമാണ് ഇട്ട് കൊടുക്കേണ്ടത്.
പ്ലാന്റിന് അതേ വലിപ്പമുള്ള ഒരു വടിക്കഷ്ണം നമ്മളിവിടെ ഡിപ്പ് ചെയ്തിട്ടു. സ്റ്റിക്കാണ്, വടിക്കഷ്ണം, സ്റ്റിക്ക്. അപ്പോൾ ഒന്നിൽ നമുക്ക് പ്ലാന്റ് ഉണ്ട്, മറ്റൊന്നിൽ സെയിം ഹൈറ്റുള്ള സ്റ്റിക്ക് വടിക്കഷ്ണം വെച്ച് കൊടുത്തിരിക്കുന്നു, സ്റ്റിക്ക് വെച്ച് കൊടുത്തിരിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? കവർ ദ സോയിൽ ഇൻ ബോത്ത് പോട്ട്സ് വിത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് സോ ദാറ്റ് മോയ്സ്ചർ കനോട്ട് എസ്കേപ്പ് ബൈ ഇവാപ്പൊറേഷൻ. അതായത് സോയിൽ നമ്മൾ കവർ ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് അവിടെ നമ്മൾ പറയുന്നത്. നമുക്ക് സോയിൽ കവർ ചെയ്ത് കൊടുക്കാം. ഒരു പോളിത്തീൻ ബാഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സോയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഒരു ബാഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സോയിൽ നന്നായിട്ട് കവർ ചെയ്യാണ് കേട്ടോ. ഓക്കെ, നന്നായിട്ട് സോയിൽ നമ്മളിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. സോയിൽ കവർ ചെയ്തിട്ടുണ്ട്, സോയിൽ കവേർഡ് ആണ്. ഓക്കെ, സോയിൽ ഈസ് കവേർഡ്, സോയിൽ ഈസ് കവേർഡ്. സോയിൽ കവർ ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? സോയിലൂടെ വെള്ളം വേപ്പറൈസ് ചെയ്ത് പോകാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞോ? ഇല്ല, അടുത്ത എന്താ പറയുന്നത്? കവർ ബോത്ത് സെറ്റ്സ്, വൺ വിത്ത് പ്ലാന്റ് അതർ വിത്ത് സ്റ്റിക്ക്. അല്ലെ, നമ്മൾ കവർ ചെയ്യണം. എന്തുകൊണ്ട്? പ്ലാസ്റ്റിക് ഷീറ്റ് ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ബ്രൈറ്റ് സൺലൈറ്റ് ഫോർ ഹാഫ് ആൻ അവർ. പിന്നെന്താ പറഞ്ഞത്? നമ്മൾ രണ്ട് സാധനവും ഒരു പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്യണം. കണ്ടോ, രണ്ട് സാധനവും ഒരു പ്ലാസ്റ്റിക്, ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്തു. എന്നിട്ട് സണ്ണിൽ വെക്കണം എന്നാ പറഞ്ഞത്. ഇത് സണ്ണാണ്, തോന്നില്ലേ? സണ്ണിൽ വെച്ചു, സണ്ണിൽ വെച്ചു. ഓക്കെ, റെഡി? സണ്ണിൽ വെച്ചു. ഡു യു ഒബ്സർവ് എനി ഡിഫറൻസ് ഇൻ ദ ടു കേസ്? യെസ്. ഫസ്റ്റ് പ്ലാന്റിന്റെ കേസിൽ ഈ പോളിത്തീൻ കവറിനകത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാൻ സാധിക്കും. എന്ത് കാണാൻ സാധിക്കും? വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. ഇതെന്താ സൂചിപ്പിക്കുന്നത്? ഫസ്റ്റ് പ്ലാന്റ് ട്രാൻസ്പിരേഷൻ, അല്ലെ? ഫസ്റ്റ് പോട്ടിലുള്ള പ്ലാന്റ് ട്രാൻസ്പിരേഷന് വിധേയമാകുന്നുണ്ട്. അണ്ടർഗോയിങ് ട്രാൻസ്പിരേഷൻ, അല്ലെ? ഫസ്റ്റ് പ്ലാന്റ് എന്ത് അണ്ടർഗോ ചെയ്യുന്നുണ്ട്? ട്രാൻസ്പിരേഷൻ. അതുവഴി വേപ്പർ ഫോമിലേക്ക് വാട്ടർ എന്ത് ചെയ്യാണ്? വാട്ടർ ഈസ് ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് വേപ്പർ. അത് നേരെ ഈ പോളിത്തീൻ ബാഗിൽ തട്ടി കണ്ടൻസ്ഡ് ആയിട്ട് ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതിനകത്ത് നിൽക്കും. രണ്ടാമത്തെ സ്റ്റിക്ക് അല്ലേ? സ്റ്റിക്ക് നോൺ ലിവിങ് ആണ്, ഒരു പ്ലാന്റ് അല്ല. അപ്പൊ അവിടെ എന്ത് നടക്കുന്നില്ല? ട്രാൻസ്പിരേഷൻ നടക്കുന്നില്ല. സോയിൽ കവർ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഇവാപ്പറേഷൻ മൂലവും അവിടെ വെള്ളം വരില്ല. പ്ലാന്റിൽ നിന്നാണ് വെള്ളം വരുന്നത്. അത് മനസ്സിലാക്കാം. സോ ആണ് ഇതിന്റെ ആൻസർ. യെസ്, there is a difference in both cases. In the pot with the plant, water droplets are found in the plastic sheet. It is due to the condensation of water vapor released by transpiration. In other pot, water droplets are not formed. Easy അല്ലേ? ഇനി അടുത്ത കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി, പുട്ട് സം ഷുഗർ ഇൻ യുവർ മൗത്ത്. ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ്? ഈസി, സ്വീറ്റ് ആണ്. ഇത് ആരോട് ചോദിച്ചാലും പറയും. LKG കുഞ്ഞോട് ചോദിച്ചാലും പറയും, സ്വീറ്റ് ആണ്. രണ്ടാമത്തെ ചോദ്യം, ബ്ലോക്ക് യുവർ നോസ് ബൈ പ്രസ്സിംഗ് ഇൻ ബിറ്റ്വീൻ തമ്പ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ. നൗ ഈറ്റ് ഷുഗർ അഗെയിൻ. വീണ്ടും പഞ്ചസാര കഴിക്കൂ. ഈസ് ദെയർ എനി ഡിഫറൻസ് ഇൻ ദ ടേസ്റ്റ്? ഇല്ല. അപ്പോഴും നമുക്ക് ആ സ്വീറ്റ് തന്നെയായിരിക്കും ഫീൽ ചെയ്യുക. കാര്യമായിട്ട് വ്യത്യാസമൊന്നും മനസ്സിലാവില്ല. ഇതിന് കാരണം ഷുഗറിന് ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെല്ലില്ല. അത് തന്നെയാണ് കാരണം. മൂക്കടച്ച് പിടിച്ചാൽ നമുക്ക് ആ സ്വീറ്റ് ടേസ്റ്റ് തന്നെയാണ് ഫീൽ ചെയ്യുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ, വൈൽ ഈറ്റിംഗ് ലഞ്ച് ബ്ലോക്ക് യുവർ നോസ് ഇൻ ദ സെയിം വേ. ലഞ്ച് കഴിക്കണം, വിഭവസമൃദ്ധമായ ഒരു സദ്യ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇതേപോലെ മൂക്കടച്ച് പിടിച്ചാൽ, നോട്ടീസ് ഇഫ് യു ക്യാൻ ഫുള്ളി അപ്രീഷിയേറ്റ് ദ ടേസ്റ്റ് ഓഫ് ദ ഫുഡ് യു ആർ ഈറ്റിംഗ്. ഇല്ല, നമുക്ക് ടേസ്റ്റ് കംപ്ലീറ്റ് ഫീൽ ചെയ്യില്ല. കാരണം ഒരു വ്യക്തിയുടെ ടേസ്റ്റ്, ഒരു ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ വായിലേക്ക് ഭക്ഷണം വെക്കുന്ന സമയത്ത്, ഭക്ഷണം ചവച്ചരക്കുന്ന സമയത്ത് നമ്മുടെ നാവിലെ ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് പിന്നെ ടേസ്റ്റിനെ പെർസീവ് ചെയ്യുന്നതിന് വേണ്ടി ഇത് സ്റ്റിമുലസ് അവിടെ ജനറേറ്റ്, ആ സ്റ്റിമുലസ്, ആ ഭക്ഷണം എന്ന് പറയുന്ന സ്റ്റിമുലസ്, ആ ഒരു ടേസ്റ്റ് നമ്മുടെ നാവ് ഗസ്റ്റേറ്ററി റിസപ്റ്ററിലൂടെ ബ്രെയിനിലേക്ക് പോകുന്നുണ്ട്, നമുക്കറിയാം. അതുകൂടാതെ ഈ ഭക്ഷണത്തിന്റെ സ്മെല്ല്, ഈ ഭക്ഷണത്തിലെ ആരോമാറ്റിക് പാർട്ടിക്കിൾസ് നമ്മുടെ മൂക്കിലേക്ക് വന്ന് ഓൾഫാക്ടറി റിസപ്റ്റർ വഴി ബ്രെയിനിലേക്ക് പോയി. ഇപ്പൊ രണ്ടിന്റെ ഇന്റർപ്രിട്ടേഷൻ മൂലമാണ് നമുക്കൊരു ഭക്ഷണത്തിന് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. മൂക്കടച്ചു പിടിച്ചു കഴിഞ്ഞാൽ
ഈ ഭക്ഷണത്തിലെ ആരോമാറ്റിക് പാർട്ടിക്കിൾ ഭക്ഷണത്തിന്റെ സ്മെല്ല് നമുക്ക് വരാതിരിക്കും. അപ്പം ടേസ്റ്റ് നാവിലൂടെയുള്ള പിന്നെ സിഗ്നൽസ് ബ്രെയിനിലേക്ക് എത്തും, പക്ഷെ മൂക്കിലൂടെയുള്ള സിഗ്നൽസ് ബ്രെയിനിലേക്ക് എത്താത്തതുകൊണ്ട് ഫുഡിന്റെ ആക്ച്വൽ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് തന്നെയാണ് ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭക്ഷണത്തിന്റെ ആക്ച്വൽ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാത്തതിന്റെ കാരണം അത് തന്നെയാണ്. ശ്രദ്ധിച്ചോ, when we bring food to our mouth, sensory receptors inside the tongue and nose, കണ്ടോ, നോസും receives sensory signal. Our brain interprets signal, tells us about the food. അപ്പോൾ ബ്രെയിനിലേക്ക് മൂക്കിൽ നിന്നും നമ്മുടെ നാവിൽ നിന്നും സിഗ്നൽസ് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് നമുക്ക് യഥാർത്ഥ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. ബൈ ദിസ് വി ക്യാൻ നോ ദ ടൈപ്പ് ഓഫ് ഫുഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണടച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ബിരിയാണി കഴിക്കുകയാണെങ്കിൽ അത് ബിരിയാണിയാണെന്ന് പറയാൻ സാധിക്കും. സോ വി ക്യാൻ നോ ദ ടൈപ്പ് ഓഫ് ഫുഡ് and we can guess the name also. When we eat sugar, sensor present in the tongue tell us that it's sugar. നമ്മുടെ നാവ് പറയും അത് ഷുഗർ ആണെന്ന് പറയും, കാരണം അതിന് ക്യാരക്ടറിസ്റ്റിക് സ്മെല്ലില്ലാത്തതുകൊണ്ടാണ്. ഷുഗറിന്റെ കേസിൽ നമുക്കിപ്പോൾ മൂക്ക് അടച്ചാലും ഇത് ഷുഗർ ആണെന്ന് പറയാൻ സാധിക്കും. Since there is no smell in sugar, we do not feel any difference in the taste, even if the nose is closed. അതാണ് ഞാൻ പറഞ്ഞു, നോസ് ക്ലോസ് ചെയ്താലും ഷുഗറിന്റെ ടേസ്റ്റ് അത് നമുക്കറിയാം, ഷുഗർ ആണ്, സ്വീറ്റ് ആണെന്ന് അറിയാം. But when we taste different food ingredient, there is smell part also. അവിടെ നമ്മൾ സ്മെൽ, ആരോമാറ്റിക് അല്ലെങ്കിൽ നമ്മുടെ മൂക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. The food containing various volatile components like volatile oil, നമ്മുടെ ഫുഡിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. volatile oils ഉണ്ട്, then phenyl clove, volatile ester in ഫ്രൂട്ട്സിലാണെങ്കിൽ എസ്റ്റർ ഉണ്ട്, സ്മെൽ പ്രൊഡ്യൂസിങ് ഏജന്റ്. When our nose is closed, our brain receives signal only from the taste bud. ടേസ്റ്റ് ബഡിൽ നിന്ന് മാത്രം സിഗ്നൽ കിട്ടും. മൂക്ക് ക്ലോസ് ചെയ്താൽ മൂക്കിൽ നിന്നുള്ള ഓൾഫാക്ടറി സിഗ്നൽസ് വരത്തില്ല. As a result, taste feel different. The impact is such that many people cannot guess the food if their eyes and nose are closed while eating. കണ്ണും മൂക്കും പൊത്തി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈവൻ ആ ഫുഡ് എന്താണെന്ന് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ പോകും. അതാണ് അത് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ടിവിറ്റി 2. Fill a conical flask with water. Cover the neck of flask with wire mesh. Keep 2 or 3 freshly germinated bean seed in the wire mesh. Take a cardboard box which is open from one side. Keep the flask in the box such a manner that open side of the face light coming from the window. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. After 2 to 3 days, you will notice that shoot bend towards the light, root away from the light. So ഇവിടെ നിങ്ങൾ നോക്കാം, ഇവിടെ നമ്മൾ ഒരു പ്ലാന്റ് വളർന്നു വരികയാണ്. ഓക്കെ, ഒരു പ്ലാന്റ് വളർന്നു വരികയാണ്. പ്ലാന്റിന്റെ റൂട്ട് ഇതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ലൈറ്റ് സോഴ്സ് വരികയാണ്, യൂണി ഡയറക്ഷണൽ അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് ലൈറ്റ് സോഴ്സ് വരികയാണ്. ഇത് ലൈറ്റാണ്. അപ്പൊ സ്വാഭാവികമായും ഷൂട്ട് എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് വളരുക? ലൈറ്റ് ഉള്ള ഭാഗത്തേക്ക് ഷൂട്ട് ഗ്രോ ചെയ്യും. റൂട്ട് ലൈറ്റിന്റെ എഗെയിൻസ്റ്റ് മാത്രമേ വളരുള്ളൂ, അല്ലേ? ശരിയല്ലേ? കാരണം നമുക്കറിയാം ഈ റൂട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ്. അല്ലേ? നെഗറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല? അതുകൊണ്ട് തന്നെ റൂട്ട് ബെൻഡ് എഗെയിൻസ്റ്റ് ദി ഗ്രാവിറ്റി, എഗെയിൻസ്റ്റ് ദി ലൈറ്റ് ആണ്. ഇനി ഷൂട്ടിലേക്ക് വരുമ്പോൾ അത് പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ്, ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകും. റെഡി അല്ലേ? റെഡി? നമുക്കറിയാം. അപ്പോൾ അതാണ് സംഭവിക്കുക. ഷൂട്ട് ബെൻഡ് ടുവേർഡ്സ് ലൈറ്റ്, റൂട്ട് അവേ ഫ്രം ദ ലൈറ്റ്, അതൊക്കെ നമുക്കറിയാം. അടുത്തത്, നൗ ടേൺ ദ ഫ്ലാസ്ക്, ഈ ഒരു കോണിക്കൽ ഫ്ലാസ്ക്, so that shoots are away from the light and root towards the light. Leave it undisturbed in this condition for few days. അപ്പോൾ ഇപ്പൊ നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ ലൈറ്റ് ഇവിടുന്ന് വരുന്നുണ്ട്, ലൈറ്റിന്റെ അടുത്തേക്ക് ഷൂട്ട് പോകുന്നു, റൂട്ട് എഗെയിൻസ്റ്റ് പോകുന്നു. ഇനി നമ്മൾ നേരെ ഈ സെറ്റപ്പ് നമ്മൾ തിരിച്ചു വെക്കുകയാണ്. ജസ്റ്റ് അടുത്ത സൈഡിലേക്ക് കാണിക്കാം.
ഡയറക്ഷൻ. ഓക്കെ, അടുത്ത ഫിഗറിൽ ലൈറ്റ് ഈ ഡയറക്ഷനിൽ തന്നെ ഉണ്ട്. ലൈറ്റ് ഈ ഡയറക്ഷനിൽ തന്നെ വരികയാണ്. പക്ഷെ നമ്മൾ ആ ഒരു സെറ്റപ്പ് തിരിച്ചു വെക്കുകയാണ്. സെറ്റപ്പ് തിരിച്ചു വെക്കുമ്പോൾ സെറ്റപ്പ് ഇങ്ങനെ ആയിരുന്നു, തിരിച്ചു വെക്കുമ്പോൾ ഇങ്ങനെ ആവൂലേ? ഇങ്ങനെ വരില്ലേ? സെറ്റപ്പ് ഇങ്ങനെ വരും അല്ലേ? പക്ഷെ ലൈറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു സെറ്റപ്പ് നേരെ തിരിച്ചു വെച്ചു. ഇതൊരു സെറ്റപ്പ് ഇപ്പൊ നിലവില് ലൈറ്റിന്റെ അടുത്തേക്ക് ഷൂട്ടും റൂട്ട് അഗേൻസ്റ്റും പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെ നേരെ ഒന്ന് റിവേഴ്സിൽ തിരിച്ചു വെച്ചു. ലൈറ്റ് അവിടെ തന്നെ ഉണ്ട്. തിരിച്ചു വെച്ചപ്പോൾ നേരത്തെ വളർന്ന ഭാഗം ഇങ്ങോട്ട് പോയി, റൂട്ടാണെങ്കിൽ ഇങ്ങോട്ട് പോയി. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഹാവ് ദി ഓൾഡ് പാർട്ട് ഓഫ് ദ ഷൂട്ട് റൂട്ട് ചേഞ്ച് ദ ഡയറക്ഷൻ. ഓൾഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇപ്പൊ വളർന്ന ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ഓൾഡ് ഷൂട്ട്. ഇത് ഓൾഡ് റൂട്ട്. ഓക്കെ, ഓൾഡ് ഷൂട്ട്, ഓൾഡ് റൂട്ട്. അതിനെന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ എന്നാ ചോദിക്കുന്നത്? അതിനൊരു ചേഞ്ച് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഉണ്ടാവും. പുതിയതായിട്ട് വളരുന്ന ഭാഗം നേരെ എങ്ങോട്ട് വളരാൻ ശ്രമിക്കും? പുതിയതായിട്ട് വളരുന്ന ഭാഗം ന്യൂ ഷൂട്ട്, ബെൻഡ് ടുവേർഡ്സ് ലൈറ്റ് അല്ലേ? ഓൾഡ് ഷൂട്ടിന് അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ന്യൂ ഷൂട്ട്, ഇനി വരാൻ പോകുന്ന ഭാഗം ലൈറ്റിന്റെ അടുത്തേക്ക് പോകും. ഓൾഡ് റൂട്ട് അതുപോലെ തന്നെ ഉണ്ടാവും. വരാൻ പോകുന്ന റൂട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ വളരും, ന്യൂ റൂട്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഓൾഡ് റൂട്ടിനും മാറ്റമൊന്നുമില്ല, പഴയ പോലെ തന്നെ ഉണ്ടാവും. ആർ ദെയർ എനി ഡിഫറൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ന്യൂ ഗ്രോത്ത്? യെസ്. പുതിയ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ലൈറ്റിന്റെ അടുത്തേക്കും, ഷൂട്ട് ലൈറ്റിന്റെ അടുത്തേക്ക്, പുതിയ ഷൂട്ട് എന്ന് പറയുമ്പോൾ ലൈറ്റിന്റെ അടുത്തേക്ക് പോകും. റൂട്ടാണെങ്കിൽ എഗെയിൻസ്റ്റും. ഓക്കെ, പഴയതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, പുതിയതിനാണ് മാറ്റം ഉണ്ടാവുക. വാട്ട് ക്യാൻ വി കൺക്ലൂഡ് ഫ്രം ദിസ് ആക്ടിവിറ്റി? ഷൂട്ട് മൂവ് ടുവേർഡ്സ് ലൈറ്റ് മീൻസ് പോസിറ്റീവ്ലി ഫോട്ടോട്രോപിക്, റൂട്ട് മൂവ് അഗെയിൻസ്റ്റ് ദ ലൈറ്റ് നെഗറ്റീവ്ലി ഫോട്ടോട്രോപിക്. അത്ര മാത്രമേ ഇവിടെ എക്സ്പെരിമെന്റ് പറയുന്നുള്ളൂ. ദ ഓൾഡ് പാർട്ട് ഓഫ് ഷൂട്ട് റൂട്ട് ഹാവ് നോ നോട്ടീസിബിൾ ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അത് മുന്നേ വളർന്ന ഡയറക്ഷൻ, അതായിരുന്നു നമ്മൾ ആദ്യത്തെ ഷൂട്ട്, അത് പിന്നീട് ഓൾഡായി, അത് തന്നെ അതുപോലെ തന്നെ നിൽക്കും അല്ലേ? അതിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ല. ന്യൂ ഷൂട്ട് എന്ത് ചെയ്യും? ന്യൂ ഷൂട്ടും ന്യൂ റൂട്ടും വളരും. പിന്നെന്താ പറയുന്നത് നോക്കിക്കേ? ന്യൂ ഗ്രോത്ത് പാർട്ട് ഷോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഷൂട്ട് ബെൻഡ് ടുവേർഡ്സ് ലൈറ്റ്, റൂട്ട് ബെൻഡ് എവേ ഫ്രം ഇറ്റ്. ഷൂട്ട് ഷോ ഫോട്ടോട്രോപ്പിസം, റൂട്ട് ഷോ ജിയോട്രോപ്പിസം. റൂട്ട് ഗ്രാവിറ്റി, ജിയോട്രോപ്പിസം എന്ന് വെച്ചാൽ ഗ്രാവിറ്റി ടുവേർഡ്സ് പോവാണ്. അപ്പൊ ഷൂട്ട് ഷോ പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം, റൂട്ട് ഷോ പോസിറ്റീവ് ജിയോട്രോപ്പിസം. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ ഫിഗർ, ഐഡന്റിഫൈ എൻഡോക്രൈൻ ഗ്ലാൻഡ് മെൻഷൻഡ് ഇൻ ദ ഫിഗർ. അപ്പൊ ഇവിടെ ജസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഏതൊക്കെ നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺ പ്രൊഡ്യൂസിങ് ഗ്ലാൻഡുകളെയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറയാം. ഏതൊക്കെ ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആദ്യം തന്നെ ബ്രെയിനിലേക്ക് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇതെങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ഓരോ ഭാഗത്തും തുടങ്ങുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എല്ലാ ഗ്ലാൻഡുകളും പഠിച്ചു പോവാം. സോ ആദ്യം തന്നെ നമ്മുടെ തല എടുക്കാം. തലയിലെ ബ്രെയിനിന്റെ ഏറ്റവും സെന്ററിൽ കാണുന്നത് പൈനിയൽ ഗ്ലാൻഡ്. സെന്റർ ഓഫ് ദ ബ്രെയിനിൽ പൈനിയൽ ഗ്ലാൻഡ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പോതലാമസ് ഉണ്ട്. തലാമസ് റീജിയന്റെ താഴെ ഹൈപ്പോതലാമസ് കാണാം. ഹൈപ്പോതലാമസ് ഈസ് സീൻ ബിലോ തലാമസ്. ദെൻ ഹൈപ്പോതലാമസിന്റെ താഴെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഹൈപ്പോതലാമസിന്റെ താഴെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പൊ തല കഴിഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഗ്ലാൻഡ് പൈനിയൽ ഗ്ലാൻഡ്, ലൊക്കേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ബ്രെയിൻ. ദെൻ ഹൈപ്പോതലാമസ് സിറ്റുവേറ്റഡ് ബിലോ തലാമസ്. ദെൻ പിറ്റ്യൂട്ടറി സിറ്റുവേറ്റഡ് ബിലോ ഹൈപ്പോതലാമസ്. ആ ഒരു ഐഡിയ കിട്ടണം. അതായത് അത്രേ ഉള്ളൂ. പൈനിയൽ സെന്റർ ഓഫ് ദ ബ്രെയിൻ എന്ന് പറഞ്ഞു, സെന്ററിലാണ് കാണാം. ഇനി പിന്നെ ഹൈപ്പോതലാമസിൻ കാണുന്നത് തലാമസ് എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. ഇങ്ങനെ നോക്കിയാൽ മതി. തലാമസ് എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. ഈ തലാമസ് എന്ന് പറയുന്ന റീജിയന്റെ താഴെ കാണുന്നതാണ് ഹൈപ്പോതലാമസ്. കണ്ടോ, ഹൈപ്പോതലാമസ്. അപ്പൊ അതിന്റെയും താഴെയാണ് നമുക്ക് എന്ത് കാണാം? അതിന്റെയും താഴെയാണ് നമുക്ക് പിറ്റ്യൂട്ടറി കാണാം. അതിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയത് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയുമാണ്. അതുപോലെ തന്നെ പൈനിയൽ ഗ്ലാൻഡ് സെന്റർ ഓഫ് ദ ബ്രെയിനിൽ കാണുന്നു. പിന്നെ നെക്ക് റീജിയനിൽ വരുമ്പോൾ നെക്ക് റീജിയനിൽ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. തൈറോയിഡ് ഗ്ലാൻഡിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പിന്നെ നേരെ ചെസ്റ്റിന്റെ റീജിയൻ വരുമ്പോൾ ഇവിടെ തൈമസ് ഗ്ലാൻഡ് ഉണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ബോൺ സ്റ്റേണം ഉണ്ട്. സ്റ്റേണത്തിന്റെ പിറകുവശത്തായിട്ട്
വി ക്യാൻ സി തൈമസ് ഗ്ലാൻഡ്. താഴേക്ക് വരുമ്പോൾ 2 കിഡ്നിയുടെ മുകളിൽ അഡ്രീനൽ ഗ്ലാൻഡ്. പിന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ ആരംഭ ഭാഗം, സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഡ്യോഡിനം, അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് പെൻക്രിയാസ് ഉണ്ട്. പിന്നുള്ളത് മെയിലില് ടെസ്റ്റിസും ഫീമെയിലില് ഓവറി. ടെസ്റ്റിസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ ബോഡി, ഓവറി ലൊക്കേറ്റ് ഇൻസൈഡ് ദി അബ്ഡോമൻ. ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെയും പൊസിഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസൽ ആക്ടിവിറ്റീസ്, കുറച്ച് പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ആണ് നമ്മൾ നോക്കുക. ഫസ്റ്റ്, ഡിസോൾവ് അബൌട്ട് 10 gram ഓഫ് ഷുഗർ ഇൻ 100 ml ഓഫ് വാട്ടർ. 100 ml ഓഫ് വാട്ടറിൽ നമ്മൾ 10 gram ഷുഗർ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ടേക്ക് 20 ml ഓഫ് ദി സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്, പിഞ്ച് ഓഫ് ഈസ്റ്റ് ഗ്രാന്യൂൾസ് ടു ഇറ്റ്. ആദ്യം നമ്മൾ വെള്ളം എടുത്തു, വെള്ളത്തിൽ 100 ml വെള്ളത്തിൽ 10 gram പഞ്ചസാര ആഡ് ചെയ്ത് ഷുഗർ സൊല്യൂഷൻ ആക്കി മാറ്റി. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളത്തിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് പറയുമ്പോൾ അതെന്തായി മാറി, ഷുഗർ സൊല്യൂഷൻ ആയിട്ട് മാറുകയാണ് അല്ലേ. റെഡി. അതിലേക്ക് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. സംഗതി നമുക്ക് പിടികിട്ടി. ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. പുട്ട് എ കോട്ടൺ പ്ലഗ് ഓൺ ഇറ്റ്സ് മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, കീപ് ഇറ്റ് ഇൻ എ വാം പ്ലേസ്. ഒരു കോട്ടൺ ട്യൂബ് ടെസ്റ്റ് ട്യൂബിന്റെ മുകളിൽ വെച്ച് നമ്മളതിനെ ഒരു വാം പ്ലേസിൽ വെക്കുകയാണ്. 1-2 മണിക്കൂറിന് ശേഷം പുട്ട് എ സ്മോൾ ഡ്രോപ്പ് ഓഫ് ഈസ്റ്റ് കൾച്ചർ ഫ്രം ദ ടെസ്റ്റ് ട്യൂബ് ഓൺ ദ സ്ലൈഡ് ആൻഡ് കവർ ഇറ്റ് വിത്ത് കവർ സ്ലിപ്പ് നോക്കാം. അപ്പോൾ നമുക്ക് ഈസ്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഈസ്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബഡ് ഫോർമേഷൻ വഴിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ചെയിൻ ഓഫ് ബഡ് ഫോം ചെയ്യും. ആ ബഡുകൾ പുതിയ ഇൻഡിവിജ്വൽ ഓർഗാനിസം ആയിട്ട് മാറും. ബഡ്ഡിങ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. സിമ്പിൾ എക്സ്പെരിമെന്റ്. അടുത്ത അതുപോലെ തന്നെ നമ്മൾ വെറ്റ് സ്ലൈസ് ഓഫ് ബ്രെഡ് എടുക്കാം. ബ്രെഡ് നനവുണ്ട്, നമ്മൾ തണുത്ത മോയിസ്റ്റ് സർഫസിൽ വെക്കുന്നു, അതും ഇരുണ്ട സ്ഥലത്ത് ഡാർക്ക് പ്ലേസിൽ വെക്കുന്നു. തീർച്ചയായിട്ടും അതിൽ പൂപ്പൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നമ്മൾ മാഗ്നിഫൈങ് ഗ്ലാസ്സിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് റൈസോപ്പസിനെ ആയിരിക്കും. റൈസോപ്പസ് ഓർ ബ്രെഡ് മോൾഡ്. ലെയർ ഓഫ് വൈറ്റ് മാസ് ഈസ് സീൻ ഓൺ ദ സ്ലൈസ്. അതിനെ നമ്മൾ മോൾഡ് എന്ന് വിളിക്കും, റൈസോപ്പസ്. ഏരിയ ഓഫ് വൈറ്റ് മാസ് ഈസ് ഇൻക്രീസ്ഡ്. കുറേ ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യും, പൂപ്പൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും, ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇതിനെ നമ്മൾ ഹൈഫേ എന്നാണ് പറയുക. ഫംഗസിന്റെ ആ ഒരു ബോഡി തന്നെ അല്ലെ, ഹൈഫേ എന്ന് പറയും. ഓക്കെ, ഹൈഫേ. അടുത്ത ആക്ടിവിറ്റി, നമുക്കൊരു പെർമനന്റ് സ്ലൈഡ് തരികയാണ് അമീബയുടെ. നമ്മളത് ഒബ്സർവ് ചെയ്യണം മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ. അതുപോലെ തന്നെ മറ്റൊരു പെർമനന്റ് സ്ലൈഡ് തരുന്നത് ബൈനറി ഫിഷൻ. അപ്പോൾ ഇത് രണ്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് അമീബ, ഇങ്ങനെ ഒറ്റ അമീബേനെ മാത്രമേ കാണത്തുള്ളൂ. പെർമനന്റ് സ്ലൈഡ് ഓഫ് എൻ അമീബ, ഡിവൈഡ് ചെയ്യുന്ന അമീബയൊന്നും അല്ല. ഓക്കെ, അതിൽ നമുക്ക് നോർമൽ സൈറ്റോപ്ലാസം ന്യൂക്ലിയസ് ഒക്കെ കാണത്തുള്ളൂ. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഒരു പാരന്റ് അമീബ 2 ഡോട്ടർ അമീബയായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു പാരന്റ് അമീബ 2 ഡോട്ടർ അമീബയായി മാറുന്ന ബൈനറി ഫിഷൻ ആണ് തന്നിരിക്കുന്നത് രണ്ടാമത്തെ സ്ലൈഡിൽ. സെക്കൻഡ് സ്ലൈഡ് ഷോയിങ് ബൈനറി ഫിഷൻ, ഡിവൈഡിങ് ന്യൂക്ലിയസ്, കൺസ്ട്രക്ഷൻ ആൻഡ് സൈറ്റോപ്ലാസം ആർ ഒബ്സർവ്ഡ്. അപ്പോൾ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്ന കാരിയോകൈനസിസ് അല്ലെ, ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. 2 ന്യൂക്ലിയസ് ആയി. സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് കാണാം, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് കാണാം. അങ്ങനെ 2 ഡോട്ടർ അമീബ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് 2 സ്ലൈഡ് നോക്കുമ്പോഴുള്ള ഡിഫറൻസ്. അടുത്ത ആക്ടിവിറ്റി 4, ടേക്ക് എ പൊട്ടറ്റോ, ഒബ്സർവ് ഇറ്റ് സർഫസ്. ഒരു പൊട്ടറ്റോ എടുക്കുക, ഉരുളക്കിഴങ്ങ് എടുത്ത് അതിന്റെ സർഫസ് ഒബ്സർവ് ചെയ്യാം. ക്യാൻ നോച്ചസ് ബി സീൻ. തീർച്ചയായിട്ടും നമ്മൾ പൊട്ടറ്റോ കട്ട് ചെയ്യുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ നോച്ചസ്, അതായത് ചില കുഴികളൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഓക്കെ, അവിടുന്ന് പുതിയ ചെടികൾ ഉണ്ടായി വരും. നമ്മൾ ഉരുളക്കിഴങ്ങ് വാങ്ങിച്ച് നമ്മൾ ഒന്നും എടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറെ ബഡ്സ് വരുന്നത് കാണാൻ സാധിക്കും. നോച്ചസ് എന്നാണ്. അപ്പൊ ചില ഭാഗങ്ങളിൽ നോച്ചസ് ഉണ്ടാവും, ചില ഭാഗങ്ങളിൽ നോച്ചസ് ഉണ്ടാവില്ല. കട്ട് ദ പൊട്ടറ്റോ ഇൻ ടു സ്മോൾ പീസ്. നമ്മൾ ആ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുക. സം പീസസ് കണ്ടെയ്ൻ നോച്ച് ഓർ ബഡ്, സം ഡു നോട്ട്. കട്ട് ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളിൽ നോച്ച് ഉണ്ടാവുന്നതും എടുക്കണം, നോച്ച് ഇല്ലാത്ത കട്ടഡ് പോർഷൻസും എടുക്കണം. ഉരുളക്കിഴങ്ങ് എടുക്കുക, നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നു. ചില ഭാഗങ്ങളിൽ നോച്ചുണ്ട്, ചില ഭാഗങ്ങളിൽ നോച്ചില്ല. സ്പ്രെഡ് സം കോട്ടൺ ഓൺ എ ട്രേ ആൻഡ് വെറ്റ് ഇറ്റ്. ഒരു പ്ലാസ്റ്റിക് ട്രേ എടുക്കുക, അതിൽ കോട്ടൺ ഇട്ടുക, അത് വെറ്റ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് നനക്കുക കോട്ടൺ. പ്ലേസ് ദ പൊട്ടറ്റോ പീസസ് ഓൺ ദിസ് കോട്ടൺ. ഈ പൊട്ടറ്റോ കഷ്ണങ്ങൾ കോട്ടണിൽ നമ്മൾ വെക്കുകയാണ്. നോട്ട് വെയർ ദ പീസസ് വിത്ത് ദ ബഡ്സ് ആർ പ്ലേസ്ഡ്. ബഡുള്ള പീസസ്, നോച്ചസ് ഉള്ള ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ എവിടെയൊക്കെ വെച്ചിരിക്കുന്നു, നോച്ചസ് ഇല്ലാത്തവർ എവിടെയൊക്കെ വെച്ചിരിക്കുന്നു എന്ന് നോട്ട് ചെയ്യാം. ഒബ്സർവ് ചേഞ്ചസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദീസ് പൊട്ടറ്റോ പീസസ് ഓവർ ദി നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്.
അതൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ നോച്ചസ് അഥവാ ബഡ് ഉള്ള പൊട്ടറ്റോ കഷ്ണങ്ങൾ എന്ത് ചെയ്യും? പുതിയ ചെടിയായിട്ട് മാറും, അവിടുന്ന് ഡെവലപ്പ് ചെയ്ത് വരും അല്ലേ. ബഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഡെവലപ്പ് ചെയ്ത് വരില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കോട്ടൺ എപ്പോഴും നനച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. വാട്ട് ആർ ദ പൊട്ടാറ്റോ പീസസ് ദാറ്റ് ഗീവ് റൈസ് ടു ഫ്രഷ് ഗ്രീൻ ഷൂട്ട്സ് ആൻഡ് റൂട്ട്? ഏതായിരിക്കും? ഏത് പൊട്ടാറ്റോ പീസ് ആയിരിക്കും? നോച്ചുള്ളത് അല്ലേ. നോച്ചുള്ളത് അഥവാ ബഡ് ഉള്ളത് പുതിയ ഒരു ചെടിക്ക് ഉദയം അല്ലെങ്കിൽ ജന്മം അല്ലെങ്കിൽ പിന്നെ പുതിയൊരു വിഭാഗമായി മാറും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി അല്ലേ. ദ പൊട്ടാറ്റോ പീസസ് ഹാവിംഗ് ബഡ്സ് ഗ്രാജുവലി ഗ്രോസ് ആൻഡ് ഡെവലപ്പ്, ബട്ട് ദർ ഈസ് നോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ദ പൊട്ടാറ്റോ പീസസ് വിത്തൗട്ട് ബഡ്. നോച്ചോ ബഡോ ഇല്ലാത്തതിൽ ഡെവലപ്മെന്റ് ഇല്ല, ബഡുള്ള ഭാഗത്തു നിന്നാണെങ്കിൽ ഡെവലപ്മെന്റ് ഉണ്ട്. ദ പീസസ് വിത്ത് ബഡ് ഗീവ് റൈസ് ടു ഫ്രഷ് ഗ്രീൻസ് റൂട്ട് ആൻഡ് ഷൂട്ട്. അതാണ് നോച്ചസ് അല്ലെങ്കിൽ ബഡ്സ് ഉള്ള ഭാഗങ്ങളിലാണെങ്കിൽ അവിടെ ഗ്രോത്ത് സംഭവിക്കും. അടുത്തത് ഹെറിഡിറ്റിയിലെ ആക്ടിവിറ്റിയാണ്. സിമ്പിൾ ആക്ടിവിറ്റി. ഒബ്സർവ് ദ ഇയർ ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. എല്ലാ കുട്ടികളുടെ ചെവി നോക്കുക. വെച്ചാൽ ചെവി എങ്ങനെയാണ്, അറ്റാച്ച്ഡ് ആണോ ഫ്രീ ആണോ നോക്കുക. പെർസെൻറ്റേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ ഈ ഇയർ ലോബ് ഫേസിനോട് ചേർന്ന് നമ്മുടെ സൈഡിനോട് ചേർന്ന് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ കാണും. കണ്ടോ? ഫ്രീ ആണെന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ആർട്ടിക്കൾ ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഏറെക്കുറെ ആളുകൾക്കും ഫ്രീ ഇയർ ലോബ്സ് തന്നെയായിരിക്കും. അറ്റാച്ച്ഡ് വളരെ കുറവ് ആളുകൾക്കായിരിക്കും. ഇതിലൂടെ മനസ്സിലാവുന്ന കാര്യം ഫ്രീ ഇയർ ലോബ് ഡൊമിനന്റ് ട്രേറ്റും അറ്റാച്ച്ഡ് ഇയർ ലോബ് റിസസീവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊന്ന് നിങ്ങൾ നോക്കാം കേട്ടോ. The activity should be done by the students in the classroom. Most of the individuals have free ear lobe. അത് ഡോമിനന്റ് ആയിരിക്കും. അപ്പോൾ സം ഹാവ് അറ്റാച്ച്ഡ് ലോബ്, റിസസീവ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ 50 കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു 4 കുട്ടികൾക്ക് അറ്റാച്ച്ഡ് ഇയർ ലോബ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും ഫ്രീ ആയിരിക്കും. ഫ്രീ ഇയർ ലോബ് ഡൊമിനന്റ് ആണ്, അറ്റാച്ച്ഡ് റിസസീവ് ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. അവർ എൻവിറോൺമെന്റിലെ ഒരു ആക്ടിവിറ്റി സെഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. യു മൈ ഹാവ് സീൻ എൻ അക്വേറിയം. ഒരു അക്വേറിയം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ലെറ്റ് us try to design one. ഒരു അക്വേറിയം നമുക്ക് ഡിസൈൻ ചെയ്യാം. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി നീഡ് ടു കീപ് ഇൻ മൈൻഡ് വെൻ വി ക്രിയേറ്റ് എൻ അക്വേറിയം? ദ ഫിഷ് വുഡ് നീഡ് ഫ്രീ സ്പേസ് ഫോർ സ്വിമ്മിങ് അല്ലേ. അതുകൊണ്ട് ലാർജ് ജാറ് യൂസ് ചെയ്യണം. വാട്ടർ, ഓക്സിജൻ, ഫുഡ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ഇത് കൂടാതെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വി ക്യാൻ പ്രൊവൈഡ് ഓക്സിജൻ ത്രൂ ഓക്സിജൻ പമ്പ്. എയറേറ്റർ വെക്കണം അല്ലേ. ഓക്സിജൻ വേണ്ടല്ലേ ഇവർക്ക് ബ്രീത്ത് ചെയ്യാൻ, ഓക്സിജൻ വേണം. അക്വേറിയം എന്ന് പറയുമ്പോൾ ഫ്ലോട്ടിംഗ് വാട്ടർ ഒന്നുമല്ല, ചെറിയ ബോഡിയാണ്. നമ്മൾ ചെറിയൊരു സ്പേസിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലാർജ് ടാങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ എയറേഷൻ കൃത്യമായിട്ട് കൊടുക്കണം. ഫിഷ് ഫുഡ് വിച്ച് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് കൊടുക്കണം. ഇഫ് യു ആഡ് ഫ്യൂ അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ഇറ്റ് ബിക്കം എ സെൽഫ് സസ്റ്റൈനിങ്. ആവുമോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇഫ് യു ആഡ് എ ഫ്യൂ അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ഇറ്റ് ബിക്കം സെൽഫ് സസ്റ്റൈനിങ് ഇക്കോസിസ്റ്റം, സെൽഫ് സസ്റ്റൈനിങ് സിസ്റ്റം. Can you think that how does it happen? Aquarium is an example of human made ecosystem. അപ്പോൾ ഇവിടെ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ അക്വേറിയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വേറിയത്തിൽ ഒരുപാട് ഫിഷസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ വെക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ ഈ ഫുഡ് പാർട്ടിക്കിൾസും നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇത് സർക്കുലേഷൻ വേറെ കാര്യങ്ങളൊന്നും സംഭവിക്കാത്തതുകൊണ്ട് തന്നെ ഈ നൈട്രോജിനസ് വേസ്റ്റുകൾ അക്കുമുലേറ്റ് ചെയ്യും അല്ലേ. അക്കുമുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമുണ്ട്. വി കനോട്ട് ലീവ് അക്വാട്ടിക് ദിസ് അക്വേറിയം ആസ് സച്ച് ആഫ്റ്റർ വി സെറ്റ് ഇറ്റ് അപ്പ്. നമ്മൾ സെറ്റപ്പ് ചെയ്തതിന് ശേഷം ലീവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലീവ് ചെയ്യാൻ പറ്റില്ല, അതാണ് ആ ക്വസ്റ്റ്യൻ. ലീവ് ദ അക്വേറിയം ഇൻ സച്ച് എ വേ ദാറ്റ് സച്ച് ആഫ്റ്റർ വി സെറ്റ് ഇറ്റ് അപ്പ്. നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ലീവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ലീവ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ക്ലീൻ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. കാരണം ഡീകമ്പോസ്ഡ് ഫുഡ് പാർട്ടിക്കിൾ, ഡെഡ് പ്ലാന്റ് പാർട്ട്, എക്സ്ക്രീറ്റ് ഓഫ് ദ ഫിഷസ് അക്യുമുലേറ്റ് ഇൻ ദി വാട്ടർ. ദസ് കോൺസെൻട്രേഷൻ ഓഫ് നൈട്രോജിനസ് വേസ്റ്റ് ആൻഡ് മൈക്രോ ഓർഗാനിസം ഇൻക്രീസ്. സോ അക്വേറിയം നീഡ് ടു ബി ക്ലീൻ റെഗുലർലി. അപ്പോൾ അക്വേറിയം ക്ലീൻ ചെയ്യണം. ഓക്കെ, ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഡു വി ഹാവ് ടു ക്ലീൻ പോണ്ട് ഓർ ലേക്ക് ഇൻ സെയിം മാനർ? പോണ്ടോ ലേക്കോ ക്ലീൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, പോണ്ടോ ലേക്കോ ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ലാർജ് റിസർവെയർ ആണ് ആ പറഞ്ഞിരിക്കുന്ന പോണ്ട് അല്ലെങ്കിൽ ഈ ലേക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ മഴയൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വീണ്ടും വെള്ളം അങ്ങനെ മാറുന്നുണ്ട്. As a pond or lake need not be cleaned in this manner because they are large sized ecosystem. They contain very much water. Also they get new water by the phenomenon such as rain. മഴയിലൂടെയൊക്കെ പുതിയ വെള്ളം അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, റെഡി അല്ലേ? അടുത്തൊരു ആക്ടിവിറ്റി കിടക്കാം. While creating an aquarium, did you take care not to put an aquatic animal which would eat others? യെസ്, നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. നമ്മൾ പിന്നെ മീനുകളൊക്കെ ഇടുന്ന സമയത്ത് മറ്റു മീനുകളെ ഭക്ഷണമാക്കുന്ന തരത്തിലുള്ള മീനുകൾ ഇടാൻ പാടില്ല. ഓക്കെ, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് അതർവൈസ്? അതാണ് പറയുന്നത്.
If we add predator fishes or animal to the aquarium, they will eat other small fishes. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൽ നമ്മൾ പ്രിഡേറ്റർ ഫിഷസിനെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, പ്രിഡേറ്റർ ഫിഷസ് ഇടാൻ പാടില്ല, കാരണം മറ്റു ചെറിയ ഫിഷസൊക്കെ അവർ ഭക്ഷിക്കും. Eventually there will be only predator fishes, so we should not mix predatory fishes with the prey fishes. Make group and discuss how each of the above group of organisms are dependent on each other. അതാണ് പറയുന്നത്. സ്മോൾ ഫിഷസ് ചെറിയ ചെറിയ ഫിഷസ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഈറ്റ് ചെയ്യും, ചെറിയ ചെറിയ മൈക്രോസ്കോപ്പിക് ഓർഗാനിസത്തെ ഈറ്റ് ചെയ്യും. അക്വാട്ടിക് പ്ലാന്റ്സ് അതൊക്കെ ഈറ്റ് ചെയ്യും കേട്ടോ. അക്വാട്ടിക് പ്ലാന്റ്സ് ഫൈറ്റോ പ്ലാങ്ക്ടൺ ഈറ്റ് ചെയ്യും. ചെക്ക് ദി ഓവർ ഗ്രോത്ത് ഓഫ് പ്ലാങ്ക്ടൺ ആൻഡ് പ്ലാന്റ്സ്. അപ്പോൾ അതിന്റെ ഓവർ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാൻ ഈ ഫിഷസ് മതിയാവും. സ്മോൾ ഫിഷസ് ആർ ഈറ്റൺ ബൈ പ്രിഡേറ്ററി ഫിഷസ്, ലാർജ് ഫിഷസ് അല്ലേ. അപ്പോൾ ലാർജ് ഫിഷസ് സ്മോൾ ഫിഷസിന് ഈറ്റ് ചെയ്യും. അങ്ങനെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഒരു അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന്റെ കേസിൽ അങ്ങനെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. Write the aquatic organism in order of which who eat whom and from form a chain of at least 3 steps. Phytoplankton, small fish, large fish. അങ്ങനെ എഴുതിയാൽ മതി. ഇവിടെ അക്വാട്ടിക് പ്ലാന്റ്സ് അങ്ങനെ ചെയ്ത് അക്വാട്ടിക് പ്ലാന്റ്സ്, സ്മോൾ ഫിഷസ്, ലാർജ് ഫിഷസ്, ലാർജർ ഫിഷസ്. ഒരു ഫുഡ് ചെയിൻ ആണ് അവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. Would you consider any one of the group of organism to be primary importance? Why or why not? ഒരു ഫുഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ ട്രോഫിക് ലെവലിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എസ്പെഷ്യലി പ്ലാന്റിന്റെ കേസിൽ, കാരണം പ്ലാന്റ് പ്രൊഡ്യൂസർ ആണ്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് പ്ലാന്റ്സ് ആണ്. ഇൻ അക്വാട്ടിക് ecosystem, all trophic levels are important for successive levels, but producers are most important because they provide food to, അല്ലെ, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ പ്രൊഡ്യൂസർ ആണ്. സോ അത് തന്നെയാണ് അവർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 1 മണിക്കൂർ ഒരു 15 മിനിറ്റിന് ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരവസരത്തിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്.